Let's read from John chapter 7 and verse 34. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം വായിക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല താനും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാനും കഴിയുകയുമില്ല എന്ന് പറഞ്ഞു. Ye shall seek me and shall not find me, and where I am thither ye cannot come. Let's also read the next chapter, chapter 8, and read verse 21. 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം കൂടി വായിക്കാം. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. Then said Jesus again unto them, I go my way, and ye shall seek me, and shall die in your sins. Whither I go, ye cannot come. We have been studying these days about heaven and hell. ഈ ദിവസങ്ങളിൽ നാം സ്വർഗ്ഗത്തെയും നരകത്തെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. Yesterday we saw how from external sources that heaven and hell are not fiction, they are real. സ്വർഗവും നരകവും എന്നുള്ളത് വെറും സാങ്കല്പിക കഥയല്ല, അത് വാസ്തവമാണ് എന്നുള്ളത് നാം പുറമേ നിന്നുള്ള കാര്യങ്ങളിൽ നിന്ന് കണ്ടുവല്ലോ. We also saw how heaven is a very exciting place. No one in going to heaven will be dissatisfied. സ്വർഗം എത്ര അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് നാം കണ്ടുവല്ലോ. സ്വർഗത്തിൽ പോകുന്ന ആരും അതൃപ്തരായി തീരുകയില്ല. In fact, none of us with all our wildest imaginations can understand or visualize the excitement of heaven. വാസ്തവത്തിൽ നമുക്കാർക്കും നമ്മുടെ ഏറ്റവും വന്യമായ സ്വപ്നങ്ങളിൽ പോലും സ്വർഗത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതല്ല. Heaven is beyond human imagination. സ്വർഗം മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളതാണ്. Today we are going to see a few things about hell. ഇന്ന് നാം നരകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കാണുവാൻ പോകുന്നു. We must learn both sides. നാം രണ്ടു വശങ്ങളും നാം പഠിക്കണം. We must know the attraction of hell and also the heaven and the repulsion of hell. നാം സ്വർഗത്തിന്റെ ആകർഷണത്വവും നരകം നമ്മെ പുറന്തള്ളുന്ന നമ്മെ പുറത്തേക്ക് തള്ളുന്ന അനുഭവം നാം മനസ്സിലാക്കണം. If we reject heaven, if we reject God, if we reject the truth, we must also understand the consequences of rejecting all these. നാം സ്വർഗത്തെ തള്ളിക്കളഞ്ഞാൽ, ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ, സത്യത്തെ തള്ളിക്കളഞ്ഞാൽ നാം ഇവയെല്ലാം തള്ളിക്കളയുന്നത് നിമിത്തമുള്ള ശിക്ഷയെക്കുറിച്ചും നാം മനസ്സിലാക്കണം. First of all, I would like to clear a couple of questions that people normally ask about hell. സാധാരണയായി മനുഷ്യർ നരകത്തെക്കുറിച്ച് ചോദിക്കുന്നതായ ചില ചോദ്യങ്ങളുടെ ഉത്തരം പറയുവാൻ ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നു. One question is, how can a good God create a place like hell? എങ്ങനെ നല്ലവനായ ഒരു ദൈവത്തിന് നരകം പോലെയുള്ള ഒരു സ്ഥലം സൃഷ്ടിക്കുവാൻ കഴിയും? Or in other words, how can a God be called good if he throws people into hell? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം നല്ലവനെന്ന് വിളിക്കപ്പെടുന്നുവല്ലോ, അവൻ എങ്ങനെയാണ് മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നത്? How can that be a good deed? How can a God who throws people into hell be called a good God? നരകത്തിലേക്ക് മനുഷ്യരെ തള്ളിക്കളയുന്ന ദൈവത്തെ എങ്ങനെ ഒരു നല്ല ദൈവമെന്ന് വിളിക്കുവാൻ കഴിയും? The second question is, രണ്ടാമത്തെ ചോദ്യം, how can a man be given infinite punishment for a finite number of sins that he commits? മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ചെയ്യുന്ന ചില കുറിക്കപ്പെട്ട പാപങ്ങൾക്ക് എപ്രകാരമാണ് അനന്തമായിട്ടുള്ള ഒരു ശിക്ഷാവിധി നൽകുവാൻ കഴിയുന്നത്? Man in all his lifetime will commit only a countable number of sins. മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവനും നോക്കിയാലും കണക്ക് നൽകുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ കുറ്റങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂവല്ലോ. How can man be punished infinitely for that? അതിനുവേണ്ടി മനുഷ്യനെ അനന്തമായ ശിക്ഷയിലേക്ക് തള്ളുന്നത് എങ്ങനെയാണ്? I would like to answer both questions together. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒന്നിച്ചുത്തരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. First of all, hell was not made for man. ഒന്ന്, നരകം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ല. Hell was made for the devil and the fallen angels with him. നരകം സൃഷ്ടിക്കപ്പെട്ടത് പിശാചിനും അവനെ അനുഗമിക്കുന്ന ദൂതന്മാർക്കും വേണ്ടിയായിരുന്നു. It is not the intention of God to throw people into hell. മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിക്കളയുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നില്ല. Man goes to hell not because God wants to throw him into hell. Man goes to hell because in the choices of his daily life he has chosen hell. മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് ദൈവം മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ നടത്തുന്ന ഓരോ തെരഞ്ഞെടുപ്പുകൾ നിമിത്തം അവൻ ഈ നരകത്തെ തിരഞ്ഞെടുക്കുകയാണ്. This question will be answered further when the second question is answered. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. So people think that
it is wrong for God to throw man for a finite number of sins into a hell for eternity. ചില കുറിക്കപ്പെട്ട പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ അനന്തമായ ശിക്ഷാവിധിയാകുന്ന നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്നത് ദൈവത്തിന് നല്ലതല്ല, ശരിയായ ഒരു കാര്യമല്ല എന്ന് മനുഷ്യർ സാധാരണയായി ചിന്തിക്കുന്നു. One sin might be one in number. ഒരു പാപം അതിന്റെ എണ്ണമെടുത്താൽ അത് ഒന്ന് അല്ലെ ഒരു പാപം എന്നുള്ള കണക്കേ കാണുകയുള്ളൂ. But sin has the property of reproducing and also branching out into different other sins. എന്നാൽ പാപത്തിന് അതിന് തന്നെത്താൻ വീണ്ടും പ്രത്യുൽപാദനം നടത്തുവാനും അത് മറ്റു ഭാഗങ്ങളിലേക്ക് വികസിച്ചു പോകുവാനുമുള്ള ഒരു കഴിവുണ്ട്. So because sin might be single in itself, it is dangerous because it has the propensity, the tendency to reproduce and branch off. ഒരു പാപം അതൊന്നായിരിക്കാം, അത് ചെറുതായിരിക്കാം, എങ്കിൽ തന്നെയും അതിന് തന്നെത്താൻ പ്രത്യുൽപാദനം നടത്തുവാനും അത് മറ്റു പലതിലേക്കും വളർന്നു വരുവാനുമുള്ള കഴിവ് അതിനുള്ളതുകൊണ്ട് അത് ഏറ്റവും അപകടകരമാണ്. You look at Adam's one sin that he committed in eating the forbidden fruit. വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കുന്നത് നിമിത്തമായി ആദാം ചെയ്തതായ ആ ഒരു പാപത്തെ നാം ചിന്തിച്ചു നോക്കുക. That sin might be one in number. ആ പാപം അതിന് എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ. But the consequences of those sin are infinite. In fact, Adam is dead and God, but the consequence of his one sin has still not stopped even today. ഒരേ ഒരു പാപത്തിന്റെ പരിണിത ഫലങ്ങൾ വളരെ അധികമാണ്. വാസ്തവത്തിൽ ആദാം അന്ന് ചെയ്ത ആ ഒരേ ഒരു പാപത്തിന്റെ പരിണിത ഫലങ്ങൾ ഇന്നുവരെയും അവസാനിച്ചിട്ടില്ല. Adam is dead and gone, but the sin has not stopped. ആദാം മരിച്ചു കടന്നുപോയി, എന്നാൽ ആ പാപം ഇന്നുവരെയും അത് കടന്നുപോയിട്ടില്ല. So sin might be committed by one person and might be one in quantity, but then it has the aspect, or it has the power to spread and infect other people. പാപം വാസ്തവത്തിൽ ഒരു മനുഷ്യൻ അത് ഒരിക്കൽ മാത്രമായിരിക്കാം ഒരു പക്ഷേ ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ പാപത്തിന് അത് മറ്റുള്ളവരെ ബാധിക്കുവാനും മറ്റുള്ളവരിലേക്ക് പകരുവാനുമുള്ള ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. I'll give you an example. ഞാനൊരു ഉദാഹരണം പറയാം. Consider a man who drank for the first time. ആദ്യമായി മദ്യപിക്കുന്നതായ ഒരു മനുഷ്യനെ നിങ്ങൾ ചിന്തിക്കുക. That one sin makes him repeat the same sin again and again till he becomes a drunkard. ആ ഒരു പാപം അവന്റെ ജീവിതത്തിൽ അവനൊരു മുഴുക്കുടിയനായി മാറുന്നതുവരെ വീണ്ടും 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 അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. And that one sin makes him ruin his family life. His wife is sad because of him. His children are hurt because of him. തന്റെ ആ ഒരേ ഒരു പാപം കൊണ്ട് അവന്റെ മുഴുക്കുടുംബവും നശിച്ചു പോകുന്നു. അവന്റെ ഭാര്യ അത് നിമിത്തം ദുഃഖിക്കുന്നു. അവന്റെ മക്കൾ അത് നിമിത്തം മുറിവേറ്റവരായി തീരുന്നു. So his one sin of drinking the first time has multiplied to make him a drunkard, has also put bitterness into his wife and into his children. താൻ ചെയ്ത ഒരു പാപം ഒരിക്കൽ മദ്യപിക്കുക എന്നുള്ളത് അത് വർദ്ധിച്ചു പെരുകി തന്റെ ജീവിതത്തിലും തന്റെ ഭാര്യയുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലുമെല്ലാം കൈപ്പേറിയ അനുഭവങ്ങളായി മാറ്റപ്പെടുന്നു. So drinking has branched off into a sin called bitterness. ഈ മദ്യപാനം എന്നുള്ള പാപം അത് കയ്പ് എന്നുള്ള ഒരു കൊമ്പിലേക്ക്, അത് ഒരു ശാഖയിലേക്ക് അത് വളരുന്നു. Not only that, അത് മാത്രമല്ല, a drunkard's habit is to make other people drink, so he will influence his friends also to drink. ഒരു മദ്യപന്റെ സ്വഭാവം മറ്റുള്ളവരെയും മദ്യപാനത്തിനായിട്ട് ക്ഷണിക്കുക, ആകർഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവൻ തന്റെ സ്നേഹിതന്മാരെയും മദ്യപാനത്തിലേക്ക് നയിക്കുന്നു. If the drunkard is not a rich person, he will soon run out of money. He will misuse his money, which is another sin. ഈ മദ്യപാനിയായി തീരുന്ന മനുഷ്യൻ അവനൊരു ധനികനല്ല എങ്കിൽ അവന്റെ പണം എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്നു. ശരിയായ വിധത്തിൽ പണം വിനിയോഗം ചെയ്യുന്നില്ല എന്നൊരു മറ്റൊരു പാപം കൂടി തന്റെ ജീവിതത്തിലേക്ക് വരുന്നു. So he will have to borrow money from other people. He will tell them he will return the money. He won't be able to return the money. That's another sin. മറ്റുള്ളവരോട് ഞാൻ തിരികെ തരാം എന്ന് പറഞ്ഞ് അവൻ കടം വാങ്ങിക്കുന്നു, എന്നാൽ അവന് തിരികെ നൽകുവാൻ കഴിയുന്നില്ല. അത് അവന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു പാപമായി തീരുന്നു. So it's one sin, one day that happened has now branched off. It's growing like a tree. ആ ഒരിക്കൽ സംഭവിച്ചതായ ആ ഒരു പാപം അതൊരു മരം പോലെ പല ശാഖകളായി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു. So sin might be finite in number in one individual, but it spreads, it increases infinitely. പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചില കുറിക്കപ്പെട്ട സംഖ്യ മാത്രമേ കാണുകയുള്ളൂ, എന്നാൽ അത് വർദ്ധിച്ച് പെരുകി വന്നുകൊണ്ടിരിക്കുന്നു. So his wife, the
drunkard's wife will go and tell her family people, my husband is drinking and ruining the home, the whole family will now be bitter against the drunkard. So now bitterness is passed on because of that one drinking habit one day. ഈ മദ്യപന്റെ ഭാര്യ പോയി തന്റെ കുടുംബത്തിലുള്ളവരോട് പറയുന്നു, എന്റെ ഭർത്താവ് മദ്യപിച്ച് കുടുംബത്തെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്റെ ജീവിതത്തിലുള്ള കയ്പ് എന്നുള്ള പാപം അത് വളർന്നു വർദ്ധിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. So one man's drinking habit has now passed on into bitterness into many individuals. ഇപ്പോൾ ഒരു മനുഷ്യന്റെ മദ്യപാന സ്വഭാവം മറ്റു പലരുടെയും ജീവിതത്തിൽ കയ്പ് എന്നുള്ള പാപമായി വളർന്നു വരുന്നു. This is how sin keeps spreading and increasing. അങ്ങനെയാണ് പാപം വർദ്ധിച്ച് പെരുകി വന്നുകൊണ്ടിരിക്കുന്നത്. Today good and evil are growing together. ഇന്ന് നന്മയും തിന്മയും ഒന്നിച്ച് വളർന്നു വരികയാണ്. Good is spreading through gospel meetings like this. നന്മ ഇപ്രകാരമുള്ള സുവിശേഷ പ്രസംഗങ്ങളിലൂടെ അത് പ്രചരിച്ചു വരുന്നു. Evil is also spreading in various ways. തിന്മയും പല വിധത്തിൽ അത് വർദ്ധിച്ചു വരുന്നു. Evil is attacking good. Good is attacking evil. This war is going on every day. നന്മ തിന്മയെ ആക്രമിക്കുന്നു, തിന്മ നന്മയെ ആക്രമിക്കുന്നു. ഈ യുദ്ധം, പോരാട്ടം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. But this can't go on forever. ഇത് എല്ലാ കാലവും ഇപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുവാൻ കഴിയുകയില്ല. It is just on God's part to separate good from evil once and sometime. ഒരിക്കൽ ദൈവം നന്മയെയും തിന്മയും തമ്മിൽ പൂർണ്ണമായി വേർതിരിക്കും. Because the good cannot be allowed to infinitely be affected by evil. എന്തുകൊണ്ടെന്നാൽ നന്മ അത് വർദ്ധിച്ച് പെരുകി വന്നുകൊണ്ടിരിക്കുന്ന തിന്മയാൽ എല്ലാ കാലവും ബാധിക്കപ്പെടുവാൻ സാധ്യമല്ല. So now God is giving time for evil to turn into good. ഇപ്പോൾ ദൈവം തിന്മയ്ക്ക് നന്മയെ ബാധിക്കുവാൻ അല്ലെങ്കിൽ പീഡിപ്പിക്കുവാൻ ഒരു സമയം നൽകുകയാണ്. But God cannot go on extending time because good is being affected. ദൈവത്തിന് അധിക സമയം ഇത് നീട്ടി നൽകുവാൻ കഴിയുകയില്ല. കാരണം ഇപ്പോൾ നന്മയെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. So a time will come when God will have to separate good and evil forever. നന്മയെ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റേണ്ടതായ ഒരു സമയം എത്രയും വേഗം കടന്നു വരും. So when good is there separate from evil, good will keep increasing and spreading in that one place. തിന്മയിൽ നിന്ന് വേർപിരിക്കപ്പെട്ടിട്ട് നന്മ തനിയെ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ അത് വീണ്ടും അത് തന്നെ വർദ്ധിച്ചു പെരുകുവാൻ തുടങ്ങും. That place is called heaven. ആ സ്ഥലമാണ് സ്വർഗം എന്നറിയപ്പെടുന്നത്. And on the other side, evil will be eternally separated from good, where evil can continue to spread and increase in itself without affecting the good. എന്നാൽ എന്നേക്കുമായി നന്മയിൽ നിന്ന് മാറ്റപ്പെട്ടതായ തിന്മ അതിനെ നന്മയെ ബാധിക്കുവാൻ ഒരിക്കലും കഴിയാത്ത വിധം അതിപ്പോൾ തന്നിൽ തന്നെ വർദ്ധിച്ചു പെരുകി വന്നുകൊണ്ടിരിക്കുന്നു. That place is called hell. ആ സ്ഥലത്തിന്റെ പേരാണ് നരകം. So it's not infinite punishment for finite number of sins. അത് ഏതെങ്കിലും ചില കുറിക്കപ്പെട്ട പാപങ്ങൾക്ക് വേണ്ടി നൽകുന്ന അനന്തമായ ഒരു ശിക്ഷയല്ല. God has to separate evil from good forever. That's the justice of God, as I explained to you. ദൈവത്തിന് നന്മയെ തിന്മയിൽ നിന്ന് എന്നേക്കുമായി വേർതിരിച്ചേ തീരൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അതാണ് ദൈവത്തിന്റെ നീതി. Now coming into the two verses that we just read. നാം ഇപ്പോൾ വായിച്ചതായ രണ്ട് വാക്യങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ in both verses Jesus is saying the same thing to the same group of people. ഈ രണ്ട് വാക്യങ്ങളിലും ഒരേ കാര്യം യേശു ഒരേ കൂട്ടർ ജനത്തോട് പറയുകയാണ്. He was speaking to the Pharisees who are a part of the Jews or the Israelites of about 2000 years ago. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇത് പരീശന്മാരോടാണ് പറഞ്ഞത്. യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഇസ്രായേലിൽ പ്രമാണികളായിരുന്ന പരീശന്മാരോട്. In eternity there are only two places, heaven and hell. നിത്യതയിൽ രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവും. And Jesus is telling these Pharisees, I'm going to go away from you, and where I go you cannot come. യേശു പരീശന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ട് പോകുവാൻ പോകുന്നു. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. So that means they are going to go to a place where Jesus is not there. അതായത് അവർ പോകുന്നതായ സ്ഥലം യേശു ഇല്ലാത്തതായ ഒരു സ്ഥലമാണ്. That place is called hell. ആ സ്ഥലത്തിന്റെ പേരാണ് നരകം. So what is hell? എന്താണ് നരകം? Hell is a place where the presence of God does not exist. നരകം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം ഒട്ടും അല്പം പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. Now when you speak of the presence of God, the presence of God can be experienced at three levels. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവ സാന്നിധ്യം ഒരു മനുഷ്യന്
മൂന്ന് വിധത്തിൽ അനുഭവിക്കുവാൻ കഴിയും. The first lowest level is called the unconscious presence of God. ഏറ്റവും കുറഞ്ഞതായ ആ അനുഭവം എന്നുള്ളത് നാം അറിയാതിരിക്കുന്ന അല്ലെങ്കിൽ നാം ഉണർത്തപ്പെടാതെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. For example, ഉദാഹരണമായി, God is omnipresent. He is everywhere. ദൈവം സർവ്വവ്യാപിയാണ്, അവൻ എല്ലായിടവുമുണ്ട്. God is on the streets. ദൈവം തെരുവുകളിൽ വഴികളിലുണ്ട്. God is in the desert. ദൈവം മരുഭൂമിയിലുണ്ട്. So when we walk in the streets, we don't feel the presence of God, but He is there. നാം ആ വഴികളിൽ തെരുവുകളിലൂടെ നടക്കുമ്പോൾ നാം സാധാരണ ദൈവ സാന്നിധ്യം അനുഭവിക്കാറില്ല. എന്നാൽ വാസ്തവമായി ദൈവം അവിടെയുമുണ്ട്. Even if we are on the street, and God is there, we are not conscious of that presence of God. നാം തെരുവുകളിൽ ആയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം അവിടെ ഉണ്ട് എങ്കിൽ തന്നെയും അവിടെയുള്ള ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്നില്ല. The psalmist says, even if I make my bed in hell, thou art there. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാലും നീ അവിടെയുണ്ട്. In that sense, in the first level, there is no place where God is not there. ആ അർത്ഥത്തിൽ നോക്കിയാൽ ദൈവം ഇല്ലാത്തതായ യാതൊരു സ്ഥലവുമില്ല. So even in hell, God is there, the psalmist says. അതുകൊണ്ട് നരകത്തിൽ പോലും പാതാളത്തിൽ പോലും ദൈവമുണ്ട് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. But there is a second and third level of the presence of God which cannot be felt everywhere. എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങളുണ്ട്. അത് എല്ലായിടത്തും അനുഭവിക്കുവാൻ കഴിയുകയില്ല. The second level of God's presence is called the conscious presence of God. രണ്ടാമത്തെ ദൈവ സാന്നിധ്യത്തിന്റെ അളവിന് നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ദൈവ സാന്നിധ്യം എന്ന് പറയുന്നു. That means it's a place where we realize God is there. അതായത് ദൈവമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നതായ ഒരു സ്ഥലം. For example, ഉദാഹരണമായി, when you come to a holy place, നിങ്ങൾ ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ you remove your footwear outside. നിങ്ങളുടെ പാദരക്ഷകൾ നിങ്ങൾ പുറത്തു വയ്ക്കുന്നു. God told Moses, the place where you set your feet on our holy ground, remove your shoes from off your feet. മോശയോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, നിന്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലം അത് വിശുദ്ധമാകിയാൽ നിന്റെ പാദരക്ഷകൾ ചെരിപ്പഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞു. These days we remove the slippers not because God is here, but because we are afraid we'll dirty the mat. Others will put our slippers there also. ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ചെരിപ്പഴിച്ച് പുറത്തു വെക്കുന്നതിന് കാരണം ദൈവം എവിടെ ഉണ്ടെന്നോർത്ത് ഭയപ്പെട്ടിട്ടല്ല, പായൽ അഴുക്ക് പറ്റുമെന്ന് കരുതിയിട്ടാണ്, അല്ലേ? So we should be careful in the conscious presence of God. നാം വാസ്തവത്തിൽ നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. That's the second deeper level of the presence of God. എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ കുറച്ചുകൂടി ആഴമുള്ള ഒരു അനുഭവം കൂടിയുണ്ട്. There is a third level of the presence of God. ദൈവ സാന്നിധ്യത്തിന്റെ മൂന്നാമത്തെ ഒരു അനുഭവം. After coming into the conscious presence of God, into a hall where we know God's presence is there. ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾക്കറിയാവുന്ന ഒരു ഹാളിലേക്ക് ദൈവ സാന്നിധ്യത്തിന്റെ അറിവിലേക്ക് നാം കടന്നു വന്നതിന് ശേഷം, after sitting there, when we start praising God, we come into a deeper presence of God called the immediate presence of God. നാം അവിടെ കടന്നു വന്നിരുന്നതിന് ശേഷം നാം ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുമ്പോൾ വാസ്തവമായി നമ്മോട് അടുത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. We can feel the presence of God around us. നമ്മുടെ ചുറ്റും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. What is hell? എന്താണ് നരകം? Hell is a place where you cannot feel the second and third level of the presence of God. നരകം എന്ന് പറയുന്നത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അനുഭവങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത ഇടമാകുന്നു. No, it's a very sorrowful experience to be without God. ദൈവമില്ലാതെ ഇരിക്കുക എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമാണ്. Hell is a place of eternal separation from God. നരകം എന്ന് പറയുന്നത് നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപിരിക്കപ്പെടുന്ന അനുഭവമാണ്. We are going to see a little more about this after a little while. അല്പ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചിന്തിക്കാം. Just a word about the pain or the torment of hell. നരകത്തിലെ വേദനയെക്കുറിച്ച്, അവിടെ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാം. Matthew 25:41. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. Then shall he say also unto them on the left hand, Depart from me, ye cursed, into everlasting fire prepared for the devil and his angels. So hell is made of not ordinary fire that we see on earth. It's made of a fire that will torment demons or fallen angels. നാം നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള അഗ്നി കൊണ്ടല്ല നരകം നിർമ്മിച്ചിരിക്കുന്നത്. നരകം നിർമ്മിച്ചിരിക്കുന്നത് വീണുപോയ ദൂതന്മാരെ അവരെ പീഡിപ്പിക്കുന്ന വിധത്തിലുള്ള
ബാധിക്കുന്ന വിധത്തിലുള്ള അഗ്നി കൊണ്ടാണ്. Now if you take a small stick and beat a little child, നാം ഒരു ചെറിയ വടിയെടുത്ത് ഒരു ചെറിയ കുട്ടിയെ അടിക്കുന്നുവെങ്കിൽ the child will cry out in pain. ആ കുഞ്ഞ് വേദന നിമിത്തം കരയും. If you take the same stick and beat a cow, അതേ വടിയെടുത്ത് നാം ഒരു പശുവിനെ അടിച്ചാൽ the stick will break. ആ വടി ഒടിഞ്ഞു പോകും. If you take a demon and put it in the fire on earth, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു അഗ്നിയില് ഒരു പിശാചിനെ പിടിച്ച് നാം ഇട്ടാൽ that demon will dance in the fire. ആ പിശാച നരകത്തിൽ ആ തീക്കകത്ത് കിടന്ന് നൃത്തം ചെയ്യും. So for devils to be tormented, they need a special fire, a different kind of fire, and that is hell. ആ പിശാചുകളെ പീഡിപ്പിക്കണമെങ്കിൽ പ്രത്യേക വിധത്തിലുള്ള തീ കൂടിയേ തീരൂ. ആ സ്ഥലത്തിന്റെ പേരാണ് നരകം. If you take a whip which is supposed to pain cows and you beat a child with it, just imagine how it will torment the child. ഒരു കന്നുകാലിയെ അടിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ചാട്ടവാർ എടുത്ത് നാം ഒരു കുഞ്ഞിനെ അടിക്കുമ്പോൾ അതിനെത്രത്തോളം വേദനിക്കുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. In the same way, അതേപോലെ തന്നെ if you take a human being and put him in a fire which is supposed to torment devils, imagine the great torment of that place. പിശാചിനെ പീഡിപ്പിക്കുവാൻ വേദനിപ്പിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന അഗ്നിയില് ഇപ്രകാരം ഒരു മനുഷ്യനെ പിടിച്ചിടുമ്പോൾ എത്ര അധികം വേദനയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. The Bible says that the torment which human beings will undergo in hell is so terrible that it is virtually visible. നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയുന്നത് നരകത്തിൽ മനുഷ്യർ അനുഭവിക്കുവാൻ പോകുന്ന ആ വേദന, അതിന്റെ കാഠിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയുന്നിടത്തോളം വേദനയുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. Read Revelation chapter 14 and verse 11. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 11 വാക്യം വായിക്കാം. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല. And the smoke of their torment ascendeth up for ever and ever, and they have no rest day or night, who worship the beast and his image, and whosoever receiveth the mark of his name. What has to be noted here in this verse is it's not the smoke of the hell fire that went up, it's the smoke of the torment of the people that went up. ഇവിടെ വായിക്കുമ്പോൾ നരകത്തിന്റെ തീയുടെ പുക പൊങ്ങുമെന്നല്ല എഴുതിയിരിക്കുന്നത്, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങുമെന്നാണ്. So it means their pain was so great, their screaming and their agony and their torment was so great that it turned into smoke and went up, and it keeps going up forever, means the torment is there forever. അവർക്ക് അനുഭവിച്ച ആ ദണ്ഡനത്തിന്റെ കാഠിന്യ നിമിത്തം, അവർക്ക് സഹിക്കുവാൻ കഴിയാത്ത ആ വേദന നിമിത്തം അവർ നിലവിളിക്കുന്നു. ആ നിലവിളി നിമിത്തം ഒരു പുക എന്നേക്കും പൊങ്ങുകയാണ്. അത് കാണിക്കുന്നത് ആ ദണ്ഡനം എന്നേക്കും നിലനിൽക്കും എന്നുള്ളതുമാണ്. Hell is a dangerous place. Hell is a terrible place. None of us should go there. നരകം എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഭയാനകമായ ഒരു സ്ഥലമാണ്. ആരും അവിടെ പോകുവാൻ ഇടയാകരുത്. Some of you who might be here newly and do not believe in hell, please don't think you're very intelligent when you say there is no hell and you don't believe in all these things. Please make your decisions carefully, because if hell is true, you're in serious trouble. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ ചിലർ ഒരുപക്ഷെ പുതുതായിട്ട് വന്നവരായിരിക്കാം. നിങ്ങൾ നരകത്തിലോ സ്വർഗത്തിലോ ഒന്നും വിശ്വസിക്കാത്തവരായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ ബുദ്ധിശാലികളെന്ന് ചിന്തിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഈ നരകം എന്നുള്ളത് വാസ്തവമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. So please make your decisions carefully. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെ എടുക്കുക. As I told you in the beginning, if a person goes to hell, it's not because God throws him into hell, because his decisions have made him go to hell. ഞാൻ ആരംഭത്തിലെ പറഞ്ഞുവല്ലോ, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നുവെങ്കിൽ ദൈവം അവനെ നരകത്തിലേക്ക് തള്ളിക്കളയുകയല്ല, അവന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിമിത്തമാണ് അവൻ നരകത്തിലേക്ക് പോകുന്നത്. A person goes to hell because he chooses to go to hell. ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് അവൻ നരകത്തിലേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. To turn away from God, not to believe in hell, not to believe in demons, to live as you like, is to choose to go to hell. ദൈവത്തെ വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിൽ നിന്ന് മുഖം തിരിക്കുക, പിശാചിലും നരകത്തിലും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നരകത്തെ തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. Now, what is it that takes a man to hell?
ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താണ്? We all speak of sin. നാം എല്ലാം പാപത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ. Sin can be defined in so many ways. പാപത്തിന് നമുക്ക് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാം. Basically, sin is anything that separates man from God. അടിസ്ഥാനപരമായി പാപം എന്നുള്ളത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുന്ന എന്തോ അതാണ് പാപം. Anything small or great that comes your way that separates you from God is sin. ചെറുതോ വലുതോ നിങ്ങളുടെ പാദമധ്യേ വന്നിട്ട് നിങ്ങളെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുന്നത് എന്താണോ അതിനാണ് പാപം എന്ന് പറയുന്നത്. There is a story that goes like this. ഇപ്രകാരമുള്ള ഒരു കഥയുണ്ട്. It's only a story, but it has a powerful implication. ഇതൊരു കഥ മാത്രമാണ്, എന്നാൽ ഇതിനൊരു നല്ലൊരു അർത്ഥമുണ്ട്. In a particular country there was a village. ഒരു പ്രത്യേക രാജ്യത്ത് ഒരു പ്രത്യേക ഗ്രാമമുണ്ടായിരുന്നു. People were disappearing in that place. ആ ഗ്രാമത്തിൽ മനുഷ്യർ അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു. Anyone who did any wrong would get a black mark on their chest. ആരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ നെഞ്ചിൽ ഒരു കറുത്ത പാട് വരും. And that black mark will keep increasing and increasing. It will start stinking. Nothing can be done to remove it. ആ കറുത്ത പാട് അത് വളരുവാൻ തുടങ്ങും, വളർന്ന് അത് നാറ്റം വെക്കുവാൻ തുടങ്ങും. അത് മാറ്റുവാൻ ഒന്നും ചെയ്യുവാൻ സാധ്യമായിരുന്നില്ല. After some time they disappear from that village. അല്പകാലത്തിന് ശേഷം അവർ ആ ഗ്രാമത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായിത്തീരും. So one man from outside came to that village to find out what's going on and to find out the truth. പുറമേ നിന്നുള്ള ഒരു മനുഷ്യൻ ആ ഗ്രാമത്തിൽ കടന്നു വന്ന് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സത്യമെന്ന് അറിയുവാനായി വന്നു. He observed that one particular girl had fallen in sin. ഒരു പാപത്തിൽ വീണതായ ഒരു പ്രത്യേക പെൺകുട്ടിയെ താൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. And she had got that scar on her chest. തന്റെ നെഞ്ചിൽ ആ പാട് വന്നു. And she kept complaining to anyone, it's not going, it's not going. താൻ പലരോട് പറഞ്ഞു അത് പോകുന്നില്ല പോകുന്നില്ല എന്ന് പരാതിപ്പെട്ടു. And it kept growing, it started stinking. അത് വളരുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞത് നാറ്റം വമിക്കുവാൻ തുടങ്ങി. One day this man had hired a house in that village and he had wanted to investigate. ഇത് അന്വേഷിക്കുവാൻ വന്ന മനുഷ്യൻ ആ ഗ്രാമത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചു. One night at about 1:30 in the night, he was about to go to bed. ഏകദേശം രാത്രി 1:30 ആയപ്പോൾ താൻ കിടക്കുവാൻ തുടങ്ങുകയായിരുന്നു. Suddenly he heard a sound of whistling in the dark of the night. രാത്രിയിൽ ആരോ ഒരാൾ വിസിലടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം താൻ കേട്ടു. He wondered, who's this 1:30 in the night whistling? ഈ മധ്യരാത്രിയിൽ 1:30 ആരാണ് ഇവിടെ വിസിലടിക്കുന്നതെന്ന് താൻ ചിന്തിച്ചു. And he switched off the light to see. താൻ അത് കാണുവാൻ വേണ്ടി തന്റെ മുറിയിലെ ലൈറ്റ് അണച്ചു. After some time the whistling became louder and louder and that a sound was coming nearer. അല്പസമയത്തിന് ശേഷം വിസിലടിക്കുന്ന ശബ്ദം വർദ്ധിച്ചു വന്നു. അത് അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു. And suddenly the sound of singing came, the sound of laughing also came. പെട്ടെന്ന് പാട്ട് പാടുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമായിട്ടുള്ള ശബ്ദം കേട്ടു. And when he switched off the light and he looked out, താൻ ലൈറ്റുകളൊക്കെ കെടുത്തിയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ he saw this young girl walking down the street in the darkness at 1:30 in the night. രാത്രി 1:30 ഈ യൗവനക്കാരിയായ പെൺകുട്ടി തെരുവിലൂടെ നടന്നു പോകുന്നത് കണ്ടു. Where is she going? എവിടെയാണ് അവൾ പോകുന്നത്? Why is she laughing like this loudly and whistling? എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ഉറക്കെ ചിരിക്കുകയും വിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്നത്? Then he remembered a few days ago someone told him a story. ചില ദിവസങ്ങൾക്ക് മുമ്പ് ചിലർ തന്നോട് പറഞ്ഞതായ ഒരു കഥ താൻ ഓർത്തു. He said, as the village is on a mountainside. ആ ഗ്രാമം ഒരു പർവ്വതത്തിന്റെ സൈഡിലാണ് ഇരിക്കുന്നത്. And as it goes down into the valley, ആ താഴ്വരയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ there is a river there that runs across. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. On the other side of the river is a jungle area. ആ നദിയുടെ അക്കരെ മുഴുവൻ കാട് വനമാണ്. And the villagers believed in a story that there was a big dragon in that jungle. ആ കാട്ടില് ഒരു വലിയ a dragon, a serpent. ഒരു വലിയ പാമ്പുണ്ട്, ഒരു സർപ്പമുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. So, but when he went to ask other people, nobody spoke about it and said, please don't talk about it. മറ്റുള്ളവരോട് താൻ അത് സംസാരിച്ചപ്പോൾ ആരും സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് അവർ പറഞ്ഞു. But now he sees this girl is walking in that direction towards that river. ഇപ്പോൾ ആ പെൺകുട്ടി ഈ നദിയിലേക്ക് ആ വശത്തേക്ക് നടന്നു പോകുന്നത് താൻ കണ്ടു. So he started wondering, is it true? Is the dragon? And they used to say that when people disappear,
disappear, it was the dragon that is swallowing them. അവിടെയുള്ള മനുഷ്യർ പറഞ്ഞത് ആൾക്കാർ അപ്രത്യക്ഷരാകുന്നതിന് കാരണം ഈ മഹാസർപ്പം വന്ന് അവരെ വിഴുങ്ങുന്നതാണ് എന്നുള്ളതാണ്. So when this girl started going in that direction, ഈ പെൺകുട്ടി ആ സൈഡിലേക്ക് ആ വശത്തേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ he decided to follow her. താൻ പിന്തുടരുവാൻ തീരുമാനിച്ചു. So he quickly dressed up and went after that sound. താൻ പെട്ടെന്ന് വസ്ത്രം മാറി ആ പെൺകുട്ടിയുടെ പുറകെ പോയി. That sound had disappeared by then. അപ്പോഴേക്കും ആ സൗണ്ട് എല്ലാം അത് അപ്രത്യക്ഷമായിരുന്നു. So he ran as fast as he could towards that river. തനിക്ക് ഓടുവാൻ കഴിയുന്നിടത്തോളം വേഗത്തിൽ താൻ ആ നദിക്കരയിലേക്ക് ഓടി. Suddenly the sound came again. പെട്ടെന്ന് ആ ശബ്ദം വീണ്ടും കേട്ടു. By now it was about 3 in the morning. ഇപ്പോൾ ഏകദേശം രാവിലെ 3 മണിയായി. And then he followed that sound quickly. താൻ പെട്ടെന്ന് ആ ശബ്ദത്തെ പിന്തുടർന്നു. It came from a broken, ruined house at the edge of the river. ആ നദിക്കരയിലുള്ള തകർന്നു കിടക്കുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് ഈ ശബ്ദം കേട്ടത്. Suddenly a wind blew. പെട്ടെന്നൊരു കാറ്റടിച്ചു. He said the wind that blew, it was not an ordinary wind. It gave him the creeps. It made him scared. കാറ്റൊരു സാധാരണ കാറ്റായിരുന്നില്ല. അത് നിമിത്തം താൻ ഭയപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒരു കാറ്റായിരുന്നു. But still he ran into that building. എങ്കിലും താൻ വീണ്ടും ആ കെട്ടിടത്തിലേക്ക് ഓടി. Before reaching that building, the sound stopped. താൻ ആ കെട്ടിടത്തിൽ എത്തുന്നതിന് മുമ്പ് ആ ശബ്ദം നിന്നു. When the sound stopped, the wind also stopped. ആ ശബ്ദം നിന്നപ്പോൾ കാറ്റും നിന്നു. He ran inside. താൻ അകത്തേക്ക് ഓടിച്ചെന്നു. That woman's shoes were there, the bag was there, the woman was not there. ആ പെൺകുട്ടിയുടെ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു, തന്റെ ബാഗും ഉണ്ടായിരുന്നു, പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. She disappeared. താൻ അപ്രത്യക്ഷമായി. So then he decided it must be true. The dragon must be swallowing people. അപ്പോൾ താൻ ചിന്തിച്ചു, അത് ശരിയാണ്, ഈ മഹാസർപ്പമായിരിക്കും മനുഷ്യരെ വിഴുങ്ങിയിരുന്നത്. There must be a dragon on the other side in the jungle. ആ കാട്ടിൽ ഒരു മഹാസർപ്പം ഉണ്ടായിരിക്കാം. After a few days, അല്പ ദിവസങ്ങൾക്ക് ശേഷം he saw a man who was a mason who started drinking. ഒരു മേസ്തിരിയായിരുന്ന ഒരു മനുഷ്യൻ താൻ മദ്യപിക്കുവാൻ തുടങ്ങിയത് ഈ മനുഷ്യൻ കണ്ടു. He also got that scar. തനിക്കും തന്റെ നെഞ്ചിൽ ആ പാട് വന്നു. That scar grew. ആ പാട് വളരുവാൻ തുടങ്ങി. One day he started talking so much. He started talking too much. ഒരു ദിവസം താൻ വളരെ അധികമായി സംസാരിക്കുവാൻ തുടങ്ങി. And then he realized now it's reaching his limit. അപ്പോൾ തനിക്ക് മനസ്സിലായി തന്റെ അതിർ എത്തിയിരിക്കുന്നു എന്ന്. So the next night as he sat up, അടുത്ത രാത്രിയിൽ താൻ ഉണർന്നിരുന്ന് നോക്കുമ്പോൾ again he heard the sound of laughing and singing and whistling. താൻ വീണ്ടും പാട്ട് പാടുന്നതും പൊട്ടിച്ചിരിക്കുന്നതും വിസിലടിക്കുന്നതുമായ ശബ്ദം കേട്ടു. Immediately he got ready. പെട്ടെന്ന് താൻ റെഡിയായി. He realized it was the drunkard coming down that road. ആ മദ്യപൻ വഴിയെ നടന്നു വരുന്നതാണെന്ന് താൻ മനസ്സിലാക്കി. So what he did was, before the drunkard could reach the edge of the river, he took a shortcut and ran ahead and waited. താൻ ചെയ്തത്, ഈ മദ്യപൻ ആ നദിക്കര എത്തുന്നതിന് മുമ്പ് താൻ ഒരു ഷോർട്ട് കട്ട് വഴി ഓടി അവിടെ ചെന്നു. He hid behind some bushes near that ruined house. ആ ഇടിഞ്ഞു കിടക്കുന്ന ഭവനത്തിന് പുറകിലുള്ള ചില കുറ്റിച്ചെടികൾക്ക് മറവിൽ താൻ ഒളിച്ചിരുന്നു. He heard the sound of the drunkard singing and whistling and laughing and coming. ആ മദ്യപൻ പാട്ട് പാടിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിസിലടിച്ചുകൊണ്ട് അടുത്തു വരുന്ന ശബ്ദം താൻ കേട്ടു. Suddenly the wind started blowing again. പെട്ടെന്ന് കാറ്റടിക്കുവാൻ തുടങ്ങി. He looked towards the side where the jungle was. ആ കാടിന്റെ വശത്തേക്ക് താൻ നോക്കി. Is there any serpent there? അവിടെ ഏതെങ്കിലും മഹാസർപ്പമുണ്ടോ? Suddenly inside the darkness he saw 2 yellow golden eyes looking at him. പെട്ടെന്ന് ആ ഇരുട്ടില് 2 മഞ്ഞ നിറത്തിലുള്ള കണ്ണ് തിളങ്ങുന്നത് താൻ കണ്ടു. And then at that time this man entered into the ruined house. ആ സമയം ഈ മനുഷ്യൻ ഈ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിലേക്ക് കയറി. Suddenly he heard the sound of wings flapping. പെട്ടെന്ന് ചിറകടിക്കുന്നത് പോലെയുള്ള ശബ്ദം താൻ കേട്ടു. And then he heard the wings came near that house and descended into that house. The sound of the flapping wings. ആ ചിറകടിക്കുന്ന ശബ്ദം ഭവനത്തിലേക്ക് വന്ന് അതിനകത്തേക്ക് പോകുന്നത് താൻ കേട്ടു. The singing stopped. പാട്ട് പാടുന്നത് നിന്നു. When he ran in, the drunkard was not there. താൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ മദ്യപൻ അവിടെ ഉണ്ടായിരുന്നില്ല. The story goes on to say how he afterwards met the dragon face to face and after a great war killed it. ആ കഥ തുടർന്ന് പോകുമ്പോൾ താന് ആ മഹാസർപ്പത്തെ വീണ്ടും നേരിട്ട് കണ്ടുമുട്ടുകയും തന്നോടൊരു വലിയ യുദ്ധം നടത്തി അതിനെ കൊല്ലുകയും ചെയ്തു. What's the moral? എന്താണ് അതിന്റെ അർത്ഥം? The dragon is the devil. ആ മഹാസർപ്പം എന്നുള്ളത് പിശാചാണ്. The black stain is the sin stain in the soul. ആ കറുത്ത പാട്
ആത്മാവിൽ വരുന്ന പാപത്തിന്റെ പാടാണ്. Every sin that we commit stains our soul. നാം ചെയ്യുന്ന ഓരോ പാപവും നമ്മുടെ ആത്മാവിൽ ഒരു കറയായി A തീരുകയാണ്. point of time comes when that sin grows and the stain grows and dirties our soul so much. Time comes for us when Satan demands our soul. നമ്മുടെ ജീവിതത്തിലുള്ള ആ പാപം വളർന്ന് പെരുകി അത് നാറ്റം വെച്ച് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്നു. ആ സാഹചര്യത്തിൽ പിശാച് നമ്മുടെ ആത്മാവിനെ അവകാശപ്പെടുന്നു. After that the person goes to hell. അതിനുശേഷം ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു. What I told you was only a story. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതൊരു യഥാർത്ഥ കഥയായിരുന്നു. But it is not a story, it is really happening every day. എന്നാൽ അതൊരു വെറും കഥയല്ല, അത് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. It's happening every minute. Somewhere in the world someone is dying every minute. ഇത് ഓരോ മിനിറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ ഓരോ മിനിറ്റിലും മരിക്കുകയാണ്. Every minute an average of 100 people are dying. ഒരു മിനിറ്റിൽ ഏകദേശം 100 പേർ മരിക്കുകയാണ്. Where are they going when they die? അവർ മരിക്കുമ്പോൾ അവരെല്ലാം എവിടെ പോകുന്നു? As I told you yesterday, heaven and hell are real. People have seen it. They have had a peep into life after death and come and told us. ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ, സ്വർഗവും നരകവും എന്നുള്ളത് യഥാർത്ഥമാണ്. പല മനുഷ്യരും മരണത്തിന്റെ അറ്റത്തോളം ചെന്നിട്ട് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് എത്തിനോട്ടം നടത്തിയിട്ട് തിരികെ വന്നിട്ടുണ്ട്. So any man with sin in his soul has a token that Satan can claim that soul for hell. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിന്റെ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ പിശാചിന് അവന്റെ ആത്മാവിനെ അവകാശപ്പെടുവാൻ അവനൊരു സാഹചര്യം, ഒരു അനുവാദം നൽകുകയാണ്. So anyone who has committed sin will go to hell. പാപം ചെയ്ത ഏതു മനുഷ്യനും നരകത്തിലേക്ക് പോകും. Sin can come into a man through any source. ഏതു വഴിയിലൂടെയും ഒരു മനുഷ്യനിലേക്ക് പാപത്തിന് കടന്നു വരുവാൻ കഴിയും. Sin can come into a man through other people. മറ്റു മനുഷ്യരിലൂടെ ഒരു മനുഷ്യനിലേക്ക് പാപത്തിന് വരുവാൻ കഴിയും. It can come through your dreams. നിങ്ങളുടെ സ്വപ്നത്തിലൂടെ വരുവാൻ കഴിയും. It can come into you through your imaginations. നിങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ അത് നിങ്ങൾക്കുള്ളിലേക്ക് വരുവാൻ കഴിയും. It can come through the electronic gadgets that you possess. നിങ്ങൾ ഉപയോഗിക്കുന്നതായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ വന്നേക്കാം. That's why the Bible warns and Jesus warned about sin. അതുകൊണ്ടാണ് വേദപുസ്തകവും യേശുവും പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നത്. We have to be very careful about sin because it is sweet poison. നാം പാപത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. കാരണം അത് മധുരമുള്ള വിഷമാണ്. It is so sweet that man cannot resist it. It's so dangerous it will take the man to hell. അതിന്റെ മാധുര്യം നിമിത്തം മനുഷ്യൻ അതിനെ നിരസിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അത് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമാറ് അപകടകരമാകുന്നു. The Bible says when sin enters into the heart of a man, it hardens the man against God. ഒരു വേദപുസ്തകം പറയുന്നത് പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അത് അവന്റെ ഹൃദയത്തെ ദൈവത്തിന് വിരോധമായി കഠിനമാക്കുന്നു. All of us who have this Christian experience know about the danger of sin. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ക്രിസ്തീയ അനുഭവങ്ങളുള്ള എല്ലാവർക്കും പാപത്തിന്റെ അപകടങ്ങളെ കുറിച്ച് അറിയാം. The moment you do something that grieves God, നിങ്ങൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും ഒന്ന് ചെയ്യുന്ന അതേ നിമിഷത്തിൽ you will see that sin separates you from God. ആ പാപം നിങ്ങളെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. After that you can't pray. അതിനുശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. You feel the presence of God after that. നിങ്ങൾക്ക് അതിനുശേഷം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. You lose your peace after that. അതിനുശേഷം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു. But you will have a yearning to come back. എന്നാൽ നിങ്ങൾക്ക് മടങ്ങി വരുവാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണും. You will say, Lord, I'm sorry for what I did. ദൈവമേ, ഞാൻ ചെയ്തത് എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം. But if you repeat that sin, എന്നാൽ നിങ്ങൾ ആ പാപം വീണ്ടും ചെയ്താൽ that feeling of repentance will also leave you after some time. ആ അനുതാപത്തിന്റെ നിങ്ങളിലുള്ള ആ ദുഃഖവും അല്പസമയത്തിന് ശേഷം നിങ്ങളെ വിട്ടു മാറും. The first few times you will commit the sin, but you won't want to do the sin, you want to change. ആ പാപം ചെയ്ത ആദ്യ ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കത് അത് വിട്ട് മാറുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ അത് വിട്ട് മാറുവാൻ പരിശ്രമിക്കുന്നു. But when you keep committing the sin, you won't want to change. You will start loving the sin with all your heart. എന്നാൽ നിങ്ങൾ വീണ്ടും അത് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് വിട്ടുമാറണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തന്നെയും നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആ പാപത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നു. If you turn to Hebrews chapter 3 എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ and read verse 13, 13-ാം വാക്യം വായിക്കാം.
നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. But exhort one another daily while it is called today, lest any of you be hardened through the deceitfulness of sin. So sin is deceitful, it deceives. പാപം ചതിക്കുന്നതാണ്, അത് ചതിയുള്ളതാണ്. It sweetly calls and then terribly kills. അത് മാധുര്യത്തോടെ വിളിക്കുകയും അത് ഭയാനകമായി കൊല്ലുകയും ചെയ്യുന്നു. And it will remain there and make you hate God and the presence of God and the people of God and all goodness altogether. അത് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ദൈവമക്കളെയും എല്ലാ നന്മയും വെറുക്കുമാറാക്കുന്നു. That's why this verse says, while it is called today, listen to the word of God, obey the call of God, don't delay. The more you delay, the more your heart will be hardened. അതുകൊണ്ടാണ് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നത്. അത് നാളത്തേന് വെച്ചുകൊണ്ടിരിക്കരുത്. So the more we allow sin, the more we play with sin, the more it will take us away from God. നാം പാപത്തെ കൂടുതൽ അനുവദിക്കും തോറും, നാം പാപത്തോട് അധികമായി വിളയാടും തോറും അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നു. Shall we close our eyes a minute? നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Evil is playing havoc. Sin is playing havoc against people these days. Havoc means it's playing dangerously and killing and destroying people. ഇന്ന് പാപം മനുഷ്യർക്ക് വിരോധമായി അത് വളരെ അപകടകരമായ ഒരു കളി കളിച്ച് അവരെ അത് ചതിച്ച് അവരെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. But the power of Jesus has power over sin. എന്നാൽ യേശുവിന്റെ ശക്തിക്ക് പാപത്തിന്റെ ശക്തിയുടെ മേൽ അധികാരമുണ്ട്. No religion can change a man. ഒരു മതത്തിനും മനുഷ്യനെ മാറ്റുവാൻ കഴിയുകയില്ല. Even the Christian religion cannot change a man. ഒരു ക്രിസ്തീയ മതത്തിനും മനുഷ്യനെ മാറ്റുവാൻ കഴിയുകയില്ല. No philosophy or set of instructions can change a man. ഏതെങ്കിലും ചില നിർദ്ദേശങ്ങൾക്കോ തത്വജ്ഞാനത്തിനോ മനുഷ്യനെ മാറ്റുവാൻ കഴിയുകയില്ല. Only Jesus can change a man. യേശുവിന് മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. As you heard in the story a little while ago, അല്പം മുമ്പ് ആ കഥയിൽ നിങ്ങൾ കേട്ടതുപോലെ those people who are going to the dragon do not realize they are going to the dragon. They are laughing and whistling and singing and going. ആ മഹാസർപ്പത്തിന്റെ അടുക്കിലേക്ക് പോകുന്ന മനുഷ്യരാരും അവർ മനസ്സിലാക്കുന്നില്ല. അവർ പാമ്പിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവർ പാട്ടുപാടി ചിരിച്ച് വിസിലടിച്ച് പോകുകയാണ്. Even today so many people every day, every moment of their life, they are walking towards hell and they do not realize it. They are laughing and joking and heading towards hell. ഇന്നും മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവർ പാപത്തിന്റെ അടുക്കിലേക്ക് നരകത്തിലേക്കാണ് പോകുന്നത് എന്നവർ മനസ്സിലാക്കാതെ പാട്ടുപാടി ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുന്നു. But this is holy ground. എന്നാൽ ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. Because Jesus is in this place. എന്തുകൊണ്ടെന്നാൽ യേശു ഇവിടെയുണ്ട്. Jesus is the only person in the universe who has crushed the power of sin. പാപത്തിന്റെ ശക്തിയെ തകർത്തിരിക്കുന്ന, ചതച്ചു കളഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏക വ്യക്തി യേശുവാകുന്നു. He is the only person in the world before whom sin trembles. പാപം വിറയ്ക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏക വ്യക്തി യേശുവാകുന്നു. The prince of this world cometh and he has nothing in me, Jesus said. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എന്നാൽ അവൻ എന്നോട് ഒരു കാര്യമില്ല എന്ന് യേശു പറയുന്നു. 33 years Jesus lived in this world, not one sin could touch him. യേശു 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, എങ്കിലും ഒരു പാപത്തിന് പോലും തന്നെ തൊടുവാൻ കഴിഞ്ഞില്ല. He challenged people before him, which of you can convince me of sin? യേശു മനുഷ്യരെ പരസ്യമായി വെല്ലുവിളിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. Today this Jesus should bless this land of Pandanad. ഇന്ന് ഈ പാണ്ടനാട് എന്നുള്ള സ്ഥലത്തെ യേശു അനുഗ്രഹിക്കണം. Today through these meetings the power of sin should be abolished in this land. ഈ ദേശത്ത് ഇന്ന് ഈ കൂട്ടങ്ങൾ നിമിത്തമായി പാപത്തിന്റെ ശക്തികൾ നീക്കപ്പെടണം. Well, we are going to offer 100 praises to God. നമുക്കെല്ലാം അതിനായി ചേർന്ന് 100 സ്തോത്രം ചെയ്യാം. As we praise God, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ the power of Jesus is going to leave this place and touch the land. യേശുവിന്റെ ശക്തി ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈ ദേശത്തെ തൊടുവാൻ പോകുന്നു. In the name of Jesus, the power of sin is going to be destroyed. യേശുവിന്റെ നാമത്തിൽ പാപത്തിന്റെ ശക്തി തകർക്കപ്പെടുവാൻ പോകുന്നു. Let's all praise God. നമുക്കെല്ലാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotram, 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 stotram. Praise you Lord, 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 praise you Lord. Jesus, we praise you Jesus. Glory about Shaman Tatram, Shaman Talamani Ore. Stotram, 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 stotram. Praise you Lord, praise you Lord, praise you Lord, praise you Lord.
Jesus. Praise you, Jesus. Oh, Riabo Shabakalamaya. Praise you, Lord. Praise you, Lord. We praise you, Lord. We praise you, Jesus. We praise you, Lord. Thank you, Jesus. We praise you, Lord. Thank you, Jesus. We praise you. We praise you. Thank you, Jesus. We praise you, Lord. Thank you, Jesus. Thank you, Jesus. We thank you, Jesus. We praise you, Lord. We praise you. 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 Thank you, Lord. We thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise you, Lord. Praise you, Lord. We praise you, Jesus. We praise you, Jesus. We praise you. We praise you. We praise you. We praise you. Thank you, Lord. We thank you, Lord. We thank you, Jesus. We praise you. Thank you, Jesus. We praise you. We praise you. The light of Jesus is in this place. യേശുവിന്റെ പ്രകാശം ഈ സ്ഥലത്തുണ്ട്. The saving power of Jesus is in this place. യേശുവിന്റെ രക്ഷിക്കുന്ന ശക്തി ഈ സ്ഥലത്തുണ്ട്. I believe that right now as this meeting is taking place, ഞാൻ വിശ്വസിക്കുന്നു ഈ കൂട്ടം നടക്കുന്ന ഇപ്പോൾ തന്നെ, right now as these praises have ascended into the presence of God, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സ്തുതി ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. the result of these praises is coming down as salvation to people of God. നാം ഈ സ്തുതിച്ചതിന്റെ പരിണിത ഫലമായി രക്ഷ സ്വർഗ്ഗത്തിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ്. Now many demons are leaving many people. ഇന്ന് ഇപ്പോൾ പല പിശാചുക്കൾ പലരെയും വിട്ടു മാറുന്നു. The blood of Jesus is washing many people and saving them right now. ഇപ്പോൾ യേശുവിന്റെ രക്തം പലരെയും കഴുകി അനേകരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. For the Spirit of the Lord is moving in our midst. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Where there is light, no darkness has any place. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് അടുക്കുവാൻ കഴിയുകയില്ല. Oh, Riashama Kalamania Saba Kalamania today, Riabo Shabalia Madure. Thank you, Jesus. Praise you, Lord. Hallelujah. Tiarabo Shaban Kalamania today. Thank you, Jesus. Praise you, Lord. We praise you, Lord. We praise you, Lord. We praise you, Jesus. We praise you. Thank you, Lord. We thank you, Jesus. Oh, Riabo Shaban Kalamania Saban Kalamania today. Thank you, Jesus. We praise you. We praise you. Thank you, Lord. We thank you, Jesus. Oh, Riashaban Kalama Samania Turaya Manandre. Thank you, Jesus. We praise you. We praise you. Today you may not see the result of this prayer and of these praises. ഒരുപക്ഷേ ഇന്ന് ഈ സ്തോത്രത്തിന്റെ സ്തുതിയുടെ അതിന്റെ ഫലം നിങ്ങൾ കണ്ടില്ല എന്ന് വന്നേക്കാം. But a day will come when you will see the power of these meetings in this land. എന്നാൽ ഈ ദേശത്ത് ഈ മീറ്റിംഗുകളുടെ ശക്തി വ്യാപരിച്ചത് നിങ്ങൾ ഒരു ദിവസം കാണും. You know why? എന്തുകൊണ്ടെന്നറിയുമോ? The blood of my Jesus is not ordinary blood. എന്തുകൊണ്ടെന്നാൽ എന്റെ യേശുവിന്റെ രക്തം അത് സാധാരണ രക്തമല്ല. It is God's blood. അത് ദൈവത്തിന്റെ രക്തമാണ്. It is holy blood. അത് വിശുദ്ധ രക്തമാണ്. It's a blood that is speaking for sinners. ഇത് പാപികൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന രക്തമാണ്. One day the blood of Jesus is going to triumph in this land. ഒരു ദിവസം യേശുവിന്റെ രക്തം ഈ ദേശത്ത് നിന്ന് നിലവിളിക്കുവാൻ പോകുന്നു. A day is coming when there's going to be a revival in this land. ഈ ദേശത്ത് ഉണർവ് വരുന്നതായ ഒരു ദിവസമുണ്ട്. Many saints are going to rise up from this land. ഇവിടെ നിന്ന് അനേക വിശുദ്ധർ എഴുന്നേൽക്കുവാൻ പോകുന്നു. With this faith let us all praise God. ഈ വിശ്വാസത്തോടെ നാം എല്ലാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotra, stotra, stotra. Praise you, Lord. Oh, Rabba Shabakalama Shabakalama. Thank you, Jesus. We praise you, we praise you, we praise you, we praise you, Lord. We praise you. Now I want to speak of some small sins that are dangerous enough to take us to hell. നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ മാത്രം അപകടകരമായ ചില ചെറിയ പാപങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. We are very careful about the big sins. വലിയ പാപങ്ങളെ കുറിച്ച് നമുക്ക് വലിയ ശ്രദ്ധയുണ്ട്. But I want to tell you a couple of small things also that can take us to hell. എന്നാൽ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏതാനും ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളെ കുറിച്ച് കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. If you come back to the key verse, നാം നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, the people whom Jesus was addressing, they were called the Pharisees. യേശു സംസാരിച്ചു കൊണ്ടിരുന്നത് പരീശന്മാരോടായിരുന്നു. You live 1 week with the Pharisees, you will never see anything wrong in their lives. നിങ്ങൾ ഒരാഴ്ച ഒരു പരീശനോട് കൂടെ ജീവിച്ചു നോക്കിയാലും അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. They were very correct in all their traditions and all their commitments
towards their religion. അവരുടെ പാരമ്പര്യത്തിലും മതപരമായ എല്ലാ കാര്യങ്ങളിലും അവർ വളരെ വിശ്വസ്തരായിരുന്നു. And in society they were all well looked upon because they lived very good lives. ഇവർ വളരെ നല്ല ജീവിതം നയിച്ചിരുന്നതുകൊണ്ട് സമൂഹം ഇവരെ ഉന്നതരായി ഗണിച്ചിരുന്നു. But it was to them that Jesus said, where I go you cannot come. അവരോടാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. When they were such good people, what was wrong with them that Jesus had to make this statement? അവർ അത്രത്തോളം നല്ല മനുഷ്യരായിരുന്നപ്പോൾ ഇപ്രകാരം അവരോട് യേശുവിനെ കൊണ്ട് പറയിച്ച കാര്യം എന്താണ്? The problem was they were good, but they knew they were good. അവർക്കുണ്ടായിരുന്ന കുഴപ്പം, അവർ നല്ലവരായിരുന്നു, എന്നാൽ അവർ നല്ലവരായിരുന്നു എന്ന് അവർ തന്നെ അറിഞ്ഞിരുന്നു. That was the problem. അതായിരുന്നു അവരുടെ കുഴപ്പം. The moment you think you are good, that's the beginning of a terrible sin called pride or self-righteousness. നിങ്ങൾ നല്ലവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുന്ന അതേ നിമിഷം ഒരു വലിയ പാപം നിങ്ങളിൽ ആരംഭിക്കുകയാണ്. അത് സ്വയനീതി അല്ലെങ്കിൽ നിഗളം എന്നാണ് അതിന് പേർ. Read Proverbs 30 verse 12. സദൃശ്യവാക്യങ്ങൾ 30:12 വാക്യം വായിക്കാം. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. There is a generation that are pure in their own eyes, and yet it not washed from their filthiness. So there's a group of people who think they are very good, but yet in God's sight they are still sinners. അതായത് അവരെ തന്നെ നല്ലവരെന്ന് കരുതുന്ന, അവരുടെ ദൃഷ്ടിയിൽ തന്നെ നല്ലവരായിരിക്കുന്ന ഒരു കൂട്ടം, എന്നാൽ ദൈവം മുമ്പാകെ അവർ അത്രത്തോളം നല്ലവരല്ല. So in this, what is the difference between true holiness and this false holiness or self-righteousness or moral goodness as we call it? ഈ വാസ്തവമായിട്ടുള്ള വിശുദ്ധിയും തങ്ങൾക്ക് തന്നെ വിശുദ്ധരായി നിർമ്മലരായി തോന്നുന്ന ഈ വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? You look at the Pharisees' holiness and the true saints' holiness, both are similar. നിങ്ങൾ ഒരു പരീശന്റെ വിശുദ്ധിയും ഒരു യഥാർത്ഥ വിശുദ്ധന്റെ വിശുദ്ധിയും താരതമ്യം ചെയ്താൽ രണ്ടും ഏകദേശം ഒരുപോലെയാണ്. Both are very careful about what they say. രണ്ടു കൂട്ടരും അവർ പറയുന്നതിനെ കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരാണ്. Both won't talk bad language. അവർ രണ്ടുപേരും മോശമായ വാക്കുകൾ ഒന്നും ഉപയോഗിക്കുകയില്ല. Both will not commit adultery. രണ്ടുപേരും വ്യഭിചാരമൊന്നും ചെയ്യുകയില്ല. Both will not have any bad habits. അവർക്ക് മറ്റ് തെറ്റായ ശീലങ്ങളൊന്നും കാണുകയില്ല. What's the difference? എന്താണ് വ്യത്യാസം? Both these character traits are like twins. ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളും അത് ഇരട്ടകളെ പോലെ ആകുന്നു. But there is one big difference. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. And that's what makes the self-righteous man a sinner and justifies the saint. അത് ആണ് ഈ സ്വയനീതീകരണമുള്ള മനുഷ്യനെ ഒരു പാപിയും ഈ വിശുദ്ധനെ ഒരു വിശുദ്ധനുമാക്കി തീർക്കുന്നത്. ആ വ്യത്യാസമാണ്. What is that? എന്താണത്? True holiness hates sin but loves the sinner. ഈ യഥാർത്ഥ വിശുദ്ധൻ എന്ന് പറയുന്നത് താൻ പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. But this self-righteousness hates sin and hates the sinner also. എന്നാൽ ഈ സ്വയനീതിയുള്ളവർ അവർ പാപത്തെ വെറുക്കുന്നു, പാപിയെയും വെറുക്കുന്നു. These self-righteous Pharisees who lived in the days of Jesus, യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സ്വയനീതീകരണമുള്ള ഈ പരീശന്മാർ, when they could not stand it when Jesus forgave sinners. They could not bear it when Jesus forgave sinners. യേശു പാപികളോട് ക്ഷമിച്ചത് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. They hated Jesus because of his forgiveness doctrine. തന്റെ ഈ ക്ഷമയുടെ ഉപദേശ നിമിത്തം അവർ യേശുവിനെ വെറുത്തു. So that's why they brought a woman caught red-handed in adultery and brought her to Jesus and said, the law says that a person like this should be stoned. What do you say? അതുകൊണ്ടാണ് യേശുവിന്റെ മുമ്പാകെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ന്യായപ്രമാണം പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ്, എന്നാൽ നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചത്. Now forget them. Let's examine our lives. നാം അവരുടെ കാര്യം വിട്ടുകളയുക, നമ്മുടെ ജീവിതം നോക്കുക. When I see a weak person in the church, ഞാൻ സഭയില് ബലഹീനനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ, when I see my brother fall, എന്റെ സഹോദരൻ വീഴുന്നത് ഞാൻ കാണുമ്പോൾ, what comes up inside me? എന്റെ ഉള്ളിൽ എന്താണ് ഉയർന്നു വരുന്നത്? Is it anger or intercession? അത് കോപമാണോ അതോ മധ്യസ്ഥതയാണോ? We can get angry with the sin,
but we should intercede for the person. നാം ആ പാപത്തോട് കോപിക്കുന്നവരായിരിക്കണം, എന്നാൽ ആ മനുഷ്യന് വേണ്ടി നാം മധ്യസ്ഥം ചെയ്യുന്നവരായിരിക്കണം. If we have self-righteousness in us, a wrong kind of anger will come up. We'll take our sword against the sin and the person also. നമുക്ക് സ്വയനീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തെറ്റായ വിധത്തിലുള്ള ഒരു കോപം നമ്മുടെ ഉള്ളിൽ ഉയർന്നു വന്നിട്ട് പാപത്തിന് നേരെയും ആ വ്യക്തിക്ക് നേരെയും നാം വാളോങ്ങുവാൻ തുടങ്ങും. Now listen carefully. ഇപ്പോൾ ശ്രദ്ധിക്കുക. We might be good Christians. നാം എല്ലാം നല്ല ക്രിസ്ത്യാനികളായിരിക്കാം. We might be good Pentecostals. നാം എല്ലാം നല്ല പെന്തക്കോസ്തുകാരായിരിക്കാം. But let's check ourselves and see if this nature is there in us. നമ്മെ തന്നെ പരിശോധിച്ച് നമ്മുടെ ഉള്ളിൽ ഈ സ്വഭാവം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. I can be a Pharisaic Pentecostal. ഒരുപക്ഷെ പരീശനായ ഒരു പെന്തക്കോസ്തുകാരനായിരിക്കാം ഞാൻ. I can be a self-righteous Pentecostal. സ്വയനീതിയുള്ള പെന്തക്കോസ്തുകാരനാകാം. None of you can find any fault with me. I'm good on every side. നിങ്ങൾക്ക് ആർക്കും എന്നിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ലേക്കാം. എല്ലാ വിധത്തിലും ഞാൻ നല്ലവനായിരിക്കാം. But in the name of zeal, I'll be going about killing weak people and sinners who don't live like me. എന്നാൽ ഞാൻ എനിക്കുള്ള തീഷ്ണതയുടെ പേരിൽ ബലഹീനരെ കൊന്ന് അല്ലെങ്കിൽ എന്നെ പോലെ ജീവിക്കാത്തവരെ കൊല്ലുന്നവരായി ഞാൻ ചുറ്റിത്തിരിയുന്നുവെങ്കിൽ what will happen to me? എങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? This verse says, Jesus tells them, where I go, you cannot come. ഈ വാക്യം പറയുകയാണ്, യേശു അവരോട് ഇപ്രകാരം പറയുന്നു, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. So good as they are going to hell. Good as I am, if I'm like this, I will go to hell too. അവരത്രത്തോളം നല്ലവരായിട്ടും നരകത്തിൽ പോകുന്നു, ഞാനും അതുപോലെ ആകുന്നുവെങ്കിൽ ഞാനും നരകത്തിൽ തന്നെയാണ് പോകുന്നത്. So let's check ourselves and see. നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കാം. What kind of goodness do we possess? നമുക്ക് എപ്രകാരമുള്ള നന്മയാണ് നമ്മിലുള്ളത്? If it's a goodness that comes out from within ourselves, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായ ഒരു നന്മയാകുന്നുവെങ്കിൽ immediately our self, our ego, our pride will tell, I can, why can't you? So because you can't, I will kill you. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വയം തന്നെ പറയും, എനിക്ക് കഴിയുന്നുവല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും. So that is dangerous enough to take us to hell. അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അപകടകരമാണ്. But what true holiness will say? എന്താണ് യഥാർത്ഥ വിശുദ്ധി പറയുക? When it sees a weak brother, ഒരു ബലഹീനനായ സഹോദരനെ കാണുമ്പോൾ, I am what I am by the grace of God. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. Brother, oh Lord, that grace which is keeping me, let it keep him also. കർത്താവേ, എന്നെ സൂക്ഷിക്കുന്ന ദൈവകൃപ അവനെയും നിലനിർത്തട്ടെ. That's the true holiness that we need. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന യഥാർത്ഥ വിശുദ്ധി. Only the goodness which is from God that comes into us can make us say that. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന നന്മയുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അപ്രകാരം പറയുവാൻ കഴിയുകയുള്ളൂ. If our holiness is self-manufactured, we'll only be hitting at others, despising others. നമ്മുടെ ഉള്ളിലുള്ള ആ നീതി അത് സ്വയം നാം സൃഷ്ടിച്ചെടുത്തതാണ് എങ്കിൽ അത് നാം മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അടിക്കുവാനായിരിക്കും ഉപയോഗിക്കുക. When we as sinners have received the grace of God and we realize all our goodness is only because Jesus is good, we won't despise others when they are not good. നാം പാപികളാണ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നന്മകളും യേശുവിന്റെ നന്മ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മിലുള്ളത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ നാം പരിഹസിക്കുകയോ അവരെ അല്പരായിട്ട് എണ്ണുകയോ ഇല്ല. So if there is any righteousness in us, let us set that right, let us confess it, and let us move on to true holiness. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്വയനീതീകരണം ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശുദ്ധിയിലേക്ക് കടന്നു വരാം. We are what we are only by the grace of God. നാം ആകുന്നത് ദൈവകൃപയാലാകുന്നു. 1 minute the grace of God moves away from us, we'll be children of hell the next moment. ഒരു നിമിഷം ദൈവകൃപ നമ്മെ വിട്ട് മാറുന്നുവെങ്കിൽ നാം നരകത്തിന്റെ മക്കളായി തീരും. How many can say, I am what I am by the grace of God? എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു? I have no righteousness in me. All my righteousness is because Jesus is in me. എന്നിൽ ഒരു നീതിയുമില്ല, എന്നിലുള്ള എല്ലാ നീതിയും യേശു എന്നിൽ വസിക്കുന്നത് കൊണ്ടാകുന്നു. May God help us to discern our self-righteousness and move on to God's righteousness. നമ്മുടെ സ്വയം നീതീകരണം വിവേചിച്ചറിഞ്ഞ് ശരിയായ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. A second thing, രണ്ടാമതായി, you can't even call it a sin.
നമുക്കതിനെ ഒരു പാപമെന്ന് പോലും വിളിക്കുവാൻ കഴിയുകയില്ല. You have to call it a negligence. അതൊരു അവഗണന അല്ലെങ്കിൽ നാം കരുതാത്ത ഒരു കാര്യമെന്നേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. What is that? എന്താണത്? It's losing the presence of God. അത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ്. Now we have to be very careful about keeping the presence of God every day in our life. നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം സൂക്ഷിക്കുന്നതിന് ശ്രദ്ധാലുക്കളായിരിക്കണം. Very sad when we sit in a hall like this, we can feel the presence of God, but actually we are supposed to be carriers of the presence of God, mobile arks of the covenant. വാസ്തവം പറഞ്ഞാല് നാം ഇതുപോലെയുള്ള ഒരു ഹോളിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവ സാന്നിധ്യവും വഹിച്ചുകൊണ്ട് അല്ല ദൈവ സാന്നിധ്യം ചുമന്നുകൊണ്ട് പോകുന്നവരായിരിക്കണം എന്നുള്ളതാണ്. Arks of the covenant. We have to be mobile arks of the covenant. Ark of the covenant. നാം സഞ്ചരിക്കുന്ന നിയമപെട്ടകങ്ങളായിരിക്കണം. So that's what God expects in us. അതാണ് ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്ന കാര്യം. But if we leave the presence of God behind and walk away without the presence of God, നാം ദൈവ സാന്നിധ്യം നമ്മുടെ പുറകിൽ വിട്ടുകളഞ്ഞ ദൈവ സാന്നിധ്യം ഇല്ലാതെ നാം കടന്നു പോകുന്നുവെങ്കിൽ it will become dangerous enough to take us to hell. അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള അപകടകരമായ കാര്യമാണ്. We all know the story of the rich man and Lazarus. ധനികനായ മനുഷ്യന്റെയും ലാസറിന്റെയും ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. What was the sin of the rich man? എന്തായിരുന്നു ഈ ധനികൻ ചെയ്ത പാപം? Is being rich a sin? താൻ ധനികനായിരുന്നു എന്നുള്ളത് ഒരു പാപമാണോ? But that's the only thing mentioned there. He didn't smoke, he didn't drink, he didn't commit adultery. There was nothing wrong he did. The only thing mentioned there was he lived rich. അവിടെ മറ്റു കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. മദ്യപിച്ചെന്നോ പുകവലിച്ചെന്നോ ഒന്നും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരേ ഒരു കാര്യം താൻ ധനികനായിരുന്നു എന്നുള്ളതാണ്. But is that a sin? അതൊരു പാപമാണോ? But if you read throughout the parable, there was no God in his life. എന്നാൽ നാം ആ ഉപമ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും തന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല. He was a decent man but without God. താൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എങ്കിലും താൻ ദൈവമില്ലാത്തവനായിരുന്നു. In Luke chapter 12, Jesus narrates a parable. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. A rich man became even more rich. ഒരു ധനികൻ വീണ്ടും അധികം ധനികനായി തീർന്നു. And he made plans. താൻ ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കി. He said, I'll break down my small barns and build bigger barns. ഞാൻ എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിയും. And I will store all my increase in those barns. എന്റെ എല്ലാ വിളവും ഞാൻ ആ കളപ്പുരകളിൽ സൂക്ഷിച്ചു വയ്ക്കും. Now, if you read the entire parable, ആ മുഴുവൻ ഉപമയും നാം വായിച്ചു നോക്കിയാൽ this man also was, there was no big sin in his life. ഈ മനുഷ്യന്റെ ജീവിതത്തിലും വലിയ പാപമൊന്നും കാണുവാൻ കഴിയുകയില്ല. But one thing was missing. എന്നാൽ ഒന്ന് തനിക്ക് നഷ്ടമായിരുന്നു. God. ദൈവം. He made his own plans. താൻ തന്റെ സ്വന്തം പദ്ധതികൾ ഉണ്ടാക്കി. He had missed God in his life. തന്റെ ജീവിതത്തിൽ എപ്പോഴോ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി. The only time when God came into his life was when he heard God's voice telling him, "Thou fool." എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ ജീവിതത്തിൽ വന്ന ഒരേ ഒരു സാഹചര്യം ദൈവം രാത്രിയിൽ അവന്റെ അടുക്കൽ കടന്നു വന്നിട്ട് മൂഢ എന്ന് വിളിച്ചപ്പോഴാണ്. So if we are living a life without the presence of God, be very careful. നാം ദൈവ സാന്നിധ്യം ഇല്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നാം വളരെ ശ്രദ്ധിക്കണം. If God is blessing us with money, be very careful. ദൈവം നമുക്ക് ധനം തന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. Don't allow that money to make your own plans without God's consultation. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുവാൻ ആ പണം നിങ്ങളെ ആ പണത്തിന് നിങ്ങൾ അനുവാദം കൊടുക്കരുത്. Don't let the blessing of money become a sin in your life to take you away from the presence of God. ധനത്തിന്റെ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപമായി തീർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Whatever blessing God gives us, material or spiritual, give God the due place in your life. ആത്മീകമോ ഭൗതികമോ ആയിട്ടുള്ള ഏത് അനുഗ്രഹം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നാലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം ദൈവത്തിനായിരിക്കണം. When Jesus came into this world, യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ he suffered in many ways. താൻ പല വിധത്തിൽ കഷ്ടം അനുഭവിച്ചു. He was poor. He was born to a poor family.
താനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. He didn't go to school. താൻ സ്കൂളിൽ വിദ്യാഭ്യാസത്തിനൊന്നും പോയില്ല. He didn't have many friends. തനിക്ക് അനേക സ്നേഹിതന്മാരുണ്ടായിരുന്നില്ല. And he had many enemies when he started his ministry. തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തനിക്ക് അനേക ശത്രുക്കളും ഉണ്ടായിരുന്നു. He went through a lot of physical pain. താൻ വളരെ ശാരീരികമായ വേദനകളിലൂടെ കടന്നുപോയി. But in none of these situations did Jesus ever cry out, "Why is this happening to me?" ഈ ഒരു സാഹചര്യത്തിലും ഇത് എനിക്ക് എന്തുകൊണ്ട് നേരിട്ടു എന്ന് പറഞ്ഞ് യേശു കരയുന്നില്ല. But there was only one suffering in which Jesus cried out. എന്നാൽ യേശു കരഞ്ഞതായ ഒരേ ഒരു കഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ. When Jesus was hanging on the cross. When Jesus was hanging on the cross. യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പോലും, when he took the sins of all mankind upon himself. സകല മാനവകുലത്തിന്റെയും പാപം അവന്റെ മേൽ അവൻ ചുമന്നപ്പോൾ, when God the Father, who was of purer eyes than to behold evil, turned away his face momentarily. തിന്മ കാണാതെ വണ്ണം നിർമ്മലമായ ദൃഷ്ടിയുള്ളവനായ ദൈവം താൽക്കാലികമായി അവന്റെ മുഖം ഇവനിൽ നിന്ന് മറച്ചു കളഞ്ഞപ്പോൾ, that momentary separation Jesus could not bear. ആ താൽക്കാലികമായിട്ടുള്ള വേർപാട് യേശുവിന് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. From the former eternity till the eternity to come, the Father is always with the Son. But that one moment when the Father and the Son were separated, Jesus could not bear it. അനാദി നിത്യത മുതൽ അനന്ത നിത്യത വരെ പിതാവും പുത്രനും എപ്പോഴും ഒന്നായിരുന്നു. എന്നാൽ ആ ഒരു താൽക്കാലിക നിമിഷം പിതാവിന്റെ വേർപാട് പുത്രന് സഹിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. My God, why hast thou forsaken me? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? That was the greatest pain of Jesus in his lifetime. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതായിരുന്നു. He could not bear being separated from his Father. പിതാവിൽ നിന്ന് വേർപിരിയുന്നത് യേശുവിന് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. The removal of the greatest joy gave him the greatest pain. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നീക്കിക്കളഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നൽകുകയാണ്. Now let's look at our lives. നമ്മുടെ ജീവിതത്തെ നമുക്ക് നോക്കാം. When we lose the presence of God, നമുക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ, does it pain us like it pained Jesus? യേശുവിനെ വേദനിച്ചതുപോലെ നമുക്ക് വേദനിക്കുന്നുവോ? No. ഇല്ല. Just gives us some sorrow, that's all. നമുക്ക് ചെറിയൊരു വേദനയോ ദുഃഖമുണ്ടാകുന്നു, അത്ര മാത്രം. So if we neglect this presence of God in our life, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യത്തെ നാം അവഗണിച്ചാൽ, if we have not been hearing the voice of God for a few days, ചില ദിവസങ്ങൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, for a few days we have not been praying, we have not been enjoying the presence of God, ചില ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ല എങ്കിൽ, brother, sister, that's very dangerous. Immediately sit and fast, apply for leave and come to the presence of God and find it again. Otherwise it will take you away forever. പ്രിയമുള്ളവരെ, അത് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ്. നിങ്ങളെ തന്നെ താഴ്ത്തി ഉപവസിച്ച് വേണമെങ്കിൽ ലീവ് എടുത്ത് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ അത് ക്രമീകരിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളെ വീണ്ടും അകലേക്ക് കൊണ്ടുപോകും. There was a woman called Catherine Baxter. കാതറീൻ ബാക്സ്റ്റർ എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. A few years ago she had the experience of leaving her body in consecutive nights for about 30 nights, and Jesus took her to hell and showed her various parts of hell. ചില വർഷങ്ങൾക്ക് മുമ്പ് 30 ദിവസം രാത്രികാലം തുടർച്ചയായി തന്റെ ആത്മാവ് തന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് രാത്രികാലങ്ങൾ തന്റെ ആത്മാവിനെ യേശു നരകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി നരകത്തെ കാണിച്ചു കൊടുത്തു. She's written a book. She's also narrated her experiences on tape. താൻ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തന്റെ സാക്ഷ്യം താൻ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. And I heard her tape. തന്റെ കഥ ഞാൻ കേൾക്കുവാനിടയായി. And she, every now and then when she was narrating her experiences, she would tell the listener, please don't think that I'm telling you a story. Hell is very real. Please believe me, what I saw is very real. താൻ ആ അനുഭവം പറയുന്ന ഓരോ സാഹചര്യത്തിലും തന്റെ ശ്രോതാക്കളോട് ഇപ്രകാരം പറയുമായിരുന്നു, ഞാനൊരു കഥ പറയുവാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കരുത്. നരകം എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം യഥാർത്ഥമാണ് എന്ന് താൻ പറയുമായിരുന്നു. I just want to tell you one portion of what she saw. താൻ കണ്ടതിന്റെ ഒരു ഭാഗം മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When Jesus took her to hell, യേശു തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, one of the first things that she saw was a huge ground, empty land. താൻ കണ്ടതായ ഏറ്റവും ആദ്യം കണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ഒരു വലിയ മൈതാനമായിരുന്നു. And in that land there were hundreds of pits.
ആ മൈതാനത്ത് 100 കണക്കിന് കുഴികൾ ഉണ്ടായിരുന്നു. And in every pit there was a soul. ആ ഓരോ കുഴിയിലും ഓരോ ആത്മാവ് ഉണ്ടായിരുന്നു. So Jesus took her from pits to pits, looking at the souls that were there. യേശു തന്നെ ഓരോ കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെ കാണിച്ചു തന്നെ കൊണ്ടുപോയി. And the screams were terrifying. അവരുടെ നിലവിളി ഭയാനകമായിരുന്നു. She could see the fire coming out of those pits and then welling up, increasing and then receding and dying down again. ആ കുഴിയിൽ നിന്ന് അഗ്നിജ്വാല ഉയർന്ന് അത് വളരെ ഉയരത്തിലേക്ക് പൊങ്ങുകയും അത് വീണ്ടും കുറഞ്ഞ് അത് താണ് ഇല്ലാതെയാകുന്നതും തനിക്ക് കാണാമായിരുന്നു. Again it would rise up and simmer down again. വീണ്ടും അത് ഉയർന്നു പൊങ്ങുകയും താണു വരികയും ചെയ്യും. Then when she went into the first pit, താൻ ആദ്യത്തെ കുഴിയുടെ അരികിൽ ചെന്നപ്പോൾ what she saw, താൻ കണ്ടത് എന്താണെന്നറിയുമോ? the fire started in the heart of the individual. ആ തീ ആ മനുഷ്യന്റെ ആ വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആരംഭിച്ചിരുന്നത്. And when the fire rose up, the person would scream. When the fire died down, they would sigh in relief. ആ അഗ്നി ജ്വാല ഉയർന്നു പൊങ്ങുമ്പോൾ അവർ വേദന നിമിത്തം നിലവിളിക്കുകയും അത് താണു വരുമ്പോൾ അവർ ആശ്വസിക്കുകയും ചെയ്യും. So the story we learn from the lesson we learn from that is hell begins in the heart. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഗുണപാഠം നരകം നമ്മുടെ ഹൃദയത്തിൽ ആരംഭിക്കുന്നു. When the soul that is there in hell saw Jesus peeping into the pit, ആ നരകത്തിൽ കഴിയുന്ന ആ ആത്മാവ് യേശു ആ കുഴിയിലേക്ക് എത്തി നോക്കുന്നത് കണ്ടപ്പോൾ that soul cried out and saying, Jesus, forgive me, I won't do this again. ആ ആത്മാവ് യേശുവിനെ നോക്കി നിലവിളിക്കുകയാണ്, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ വീണ്ടും അങ്ങനെ ചെയ്യുകയില്ല. Give me one chance. എനിക്കൊരവസരം കൂടി തരണമേ, I live a right life. ഞാനൊരു നല്ല ജീവിതം ചെയ്യാം. Then Jesus looked down into the pit and said, യേശു ആ കുഴിയിലേക്ക് നോക്കി പറഞ്ഞു, my child, എന്റെ പൈതലേ, I gave you not one chance, I gave you so many chances. ഞാൻ നിനക്കൊരവസരമല്ല തന്നത്, അനേക അവസരങ്ങൾ തന്നു. But for everything there is a fixed time. എന്നാൽ എല്ലാത്തിനും നിയമിക്കപ്പെട്ട ഒരു സമയമുണ്ട്. Your time is over. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. Justice demands that I cannot extend your time. നീതി പറയുന്നത് നിന്റെ സമയം ഞാൻ ദീർഘിപ്പിച്ച് തരരുത് എന്നാണ്. Jesus, please, one more chance, I will change. യേശു എനിക്ക് ഒരവസരം കൂടി തരണമേ, ഞാൻ മാറിക്കൊള്ളാം. My child, I can't. എന്റെ പൈതലെ, എനിക്ക് കഴിയുകയില്ല. With righteousness I can't. നീതിയോടെ എനിക്കതിന് കഴിയുകയില്ല. Then after that, അതിനുശേഷം when Jesus kept on saying he can't help, യേശുവിനെ സഹായിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ same soul from inside the pit which said, Jesus, give me one more chance, I'll repent. യേശുവെ എനിക്കൊരു അവസരം കൂടി തന്നാൽ ഞാൻ അനുദപിച്ചു കൊള്ളാം എന്ന് ആ കുഴിയിൽ നിന്ന് നിലവിളിച്ച അതേ ആത്മാവ് clenched his fists at Jesus and blasphemed him with vulgar language. യേശുവിന്റെ നേരെ തന്റെ മുഷ്ടി ചുരുട്ടി കാണിച്ചുകൊണ്ട് താൻ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ദൈവദൂഷണം പറഞ്ഞു. That is repentance in hell. അതാണ് നരകത്തിലുള്ള മാനസാന്തരം. A soul cannot repent in hell. നരകത്തിൽ ഒരു ആത്മാവിനും മാനസാന്തരപ്പെടുവാൻ കഴിയുകയില്ല. Hell begins in the heart. നരകം ഹൃദയത്തിലാണ് തുടങ്ങുന്നത്. Hell begins on earth and culminates in the real hell. നരകം നമ്മുടെ ഭൂമിയിൽ ഹൃദയത്തിൽ ആരംഭിച്ചിട്ട് അത് യഥാർത്ഥ നരകത്തിൽ അത് വളർന്നു വരുന്നു. Christian brother, sister, ക്രിസ്തീയ സഹോദരാ സഹോദരി, if you are losing the presence of God, നിങ്ങൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ you can carry on many days like that. നിങ്ങൾക്ക് അങ്ങനെ അനേക ദിവസങ്ങൾ തുടർന്നു പോകാം. You can pray for some time wagging your heads. നിങ്ങളുടെ തല കുലുക്കിക്കൊണ്ട് കുറച്ചു നേരമൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. But remember, hell has started. എന്നാൽ നരകം ആരംഭിച്ചിരിക്കുന്നു എന്ന് ഓർക്കണം. That love for Jesus that was there in the initial days, if it's not there now and everything is going on just as a way of habit in your Christian life, നിങ്ങളുടെ ആരംഭ നാളിൽ യേശുവിനോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ട് ഇപ്പോൾ എല്ലാം അതൊരു ശീലം പോലെ കടന്നു പോകുകയാണ്. hell has begun in your life. നരകം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്നു. Quickly take measures to come back into the presence of God. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടത് ക്രമീകരിച്ചു കൊള്ളുക. Quickly humble yourself and pray to Jesus that his presence might surround you once again. ദൈവ സാന്നിധ്യം വീണ്ടും നിങ്ങളെ നിറയ്ക്കേണ്ടതിന് നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു കൊള്ളുക. Heaven is only with Jesus. സ്വർഗം യേശുവിനോട് കൂടെ മാത്രമേ ഉള്ളൂ. You leave Jesus, outside of Jesus there is only hell. There is
is only the wrath of God. യേശുവിനെ നിങ്ങൾ വിട്ടുപിരിയുന്നുവെങ്കിൽ, യേശുവിന് പുറമെ നിങ്ങൾ കടക്കുന്നുവെങ്കിൽ അവിടെ നരകം മാത്രമേ ഉള്ളൂ. ദൈവക്രോധമാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. If there is any Pentecostal here living a traditionally Pentecostal life, I beg you, come out of that life. Don't be a habitual Pentecostal. Yearn for the presence of Jesus to come back into your life. ഇവിടെ വന്നിരിക്കുന്ന ബന്ധക്കോസുകാരിൽ ആരെങ്കിലും പാരമ്പര്യ നിമിത്തം ബന്ധക്കോസുകാരായിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് യേശുവിന്റെ സാന്നിധ്യം വീണ്ടും അനുഭവിച്ചു കൊള്ളണം. Many years ago, one brother told me, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, his words hit me in the chest. തന്റെ വാക്കുകൾ എന്റെ നെഞ്ചിൽ ഇടിക്കുന്നത് പോലെയായിരുന്നു. He said, even from the faith home there is a road going to hell. താൻ പറഞ്ഞത് വിശ്വാസ വീട്ടിൽ നിന്ന് പോലും നരകത്തിലേക്കുള്ള ഒരു വഴിയുണ്ട് എന്നാണ്. Which means just because we are inside a church, just because we are inside TPM, it doesn't mean we are safe from danger. അതിന്റെ അർത്ഥം നാം ഫെയ്ത്ത് ഹോമിൽ വിശ്വാസ വീട്ടിൽ ആയിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ TPM ആയിരിക്കുന്നത് കൊണ്ട് മാത്രം നാം അപകട മേഖല തരണം ചെയ്തു എന്നല്ല. We need to be close to Jesus. That's what's of ultimate importance. നാം യേശുവിനോട് ചേർന്നിരിക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. Now, apart from the physical torture in hell, എന്നാൽ നരകത്തിലുള്ള ശാരീരികമായ ദണ്ഡനത്തിനുപരിയായി, if you look at the picture behind, there is a representation of hell there in the chart. ഇവിടെ പുറകിലുള്ള ചാർട്ടിൽ നോക്കുമ്പോൾ നരകത്തിന്റെ ഒരു ചിത്രീകരണം അവിടെ കാണാം. So that's what we all generally imagine about hell. When we speak of the lake of fire, we think like there is water, there is fire in hell, and we are going to burn there forever. നാം സാധാരണയായി നരകത്തെ കുറിച്ച് പറയുമ്പോൾ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയെ കുറിച്ച് പറയുമ്പോൾ വെള്ളം പോലെ അവിടെ നിറയെ തീ കിടക്കുന്നു, ആ തീക്കകത്ത് നാം എല്ലാം കത്തിയെരിയും എന്നാണ് സാധാരണ ചിന്തിക്കുന്നത്. That is true. അത് ശരി തന്നെ. But there is more torment than that. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ചില ദണ്ഡനങ്ങൾ അവിടെയുണ്ട്. Apart from the physical agony of hell, there is also mental agony in hell. നരകത്തിലുള്ള ശാരീരികമായ വേദനകളെക്കാൾ ഉപരി മാനസികമായ വേദനകളുമുണ്ട്. The first mental agony that a man will face in hell, നരകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആദ്യത്തെ മാനസിക വേദന is the understanding that you're going to be in hell forever. അത് താൻ എന്നേക്കുമായി നരകത്തിൽ തന്നെ ആയിരിക്കുമെന്ന് താൻ മനസ്സിലാക്കുന്നതാണ്. One day in hell is great pain. നരകത്തിലുള്ള ഒരു ദിവസം ഏറ്റവും വേദന നിറഞ്ഞതാണ്. I told you hell is meant to give pain to the devil, and you a man going to hell, imagine how terrible that is. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നരകം സൃഷ്ടിക്കപ്പെട്ടത് പിശാചിന് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ ആ നരകത്തിൽ പോയി വീഴുമ്പോൾ എത്ര ഭയാനകമായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. Suppose hell is only 100 years punishment. നരകം ഒരു 100 വർഷത്തെ ശിക്ഷ മാത്രമാണ് എന്ന് നിങ്ങൾ കരുതുക. Not eternity, only finite number of years. അത് നിത്യതയല്ല, ചില കുറിക്കപ്പെട്ട വർഷങ്ങൾ മാത്രം. So when you are thrown into hell, നിങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെട്ട് കഴിയുമ്പോൾ, after one day of terrible pain in hell, നരകത്തിലുള്ള ആ ഒരു ദിവസം അതികഠിനമായ വേദന അനുഭവിച്ചതിന് ശേഷം there will be a small minute joy in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സന്തോഷമുണ്ടാകും. What is that? എന്താണത്? After 99 years and 364 days, I'm going to come out. 99 വർഷവും 364 ദിവസവും കൂടെ കഴിഞ്ഞാൽ എനിക്ക് പുറത്തു വരാം. After 99 years in hell, നരകത്തിലുള്ള 99 വർഷത്തിന് ശേഷം there'll be a big joy in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷമുണ്ടാകും. Only one more year and I'm going to come out. ഒരു വർഷം കൂടി മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഞാൻ പുറത്തു വരും. After 99 years and 364 days in hell, നരകത്തിൽ 99 വർഷവും 364 ദിവസവും ചെലവഴിച്ചതിന് ശേഷം in the middle of all that terrible pain, there will be a real big joy. Tomorrow I'm going to come out. ആ വലിയ വേദനകളുടെ എല്ലാം മധ്യേ ഒരു വലിയ സന്തോഷമുണ്ടാകും. നാളെ ഞാൻ പുറത്തു വരും. But unfortunately, hell is not like that. എന്നാൽ ദുഃഖകരമായി നരകം അപ്രകാരമല്ല. Hell is eternal. നരകം നിത്യമാണ്. What is eternity? എന്താണ് നിത്യത? After 100 years in hell, നരകത്തിലുള്ള 100 വർഷത്തിന് ശേഷം there is another 1000 years. വീണ്ടും 1000 വർഷം കൂടിയുണ്ട്. After that 1000 years, 1000 വർഷം കഴിഞ്ഞതിന് ശേഷം there is another 10,000 years. വീണ്ടും 10,000 വർഷം കൂടിയുണ്ട്. After that 10,000 years, ആ 10,000 വർഷം കഴിഞ്ഞതിന് ശേഷം there is another 1 lakh years in hell. വീണ്ടും 1,00,000 വർഷം കൂടിയുണ്ട്. After those 1 lakh years in hell, ആ 1,00,000 വർഷം കഴിഞ്ഞതിന് ശേഷം hell has only begun. നരകം ആരംഭിച്ചതേയുള്ളൂ.
That is called eternity. അതാണ് നിത്യത. So you sit in the first day in hell and you think you're going to be here forever and ever and ever. That will give you terrible pain in the mind. ആ നരകത്തിൽ നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചതിന് ശേഷം ഞാൻ എന്നേക്കുമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് അത് താങ്ങുവാനാകാത്ത വേദനയായിരിക്കും സൃഷ്ടിക്കുക. So that's the first mental agony in hell. അതാണ് നരകത്തിലുള്ള ആദ്യത്തെ മാനസിക വേദന. The second mental agony രണ്ടാമത്തെ മാനസിക വേദന is the agony of lost opportunities. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഓർത്തായിരിക്കും. God gave you chances to know about hell. നരകത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തന്നിരുന്നു. I told you about that man in the pit who was given many chances. പല അവസരങ്ങൾ ലഭിച്ചതായ ആ കുഴിയിൽ കടന്ന ആത്മാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. He rejected all those opportunities. താൻ ആ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. Now in hell he's asking for one more chance. ഇപ്പോൾ നരകത്തിൽ കടന്ന ഒരു അവസരം കൂടി ചോദിക്കുകയാണ്. When you go to hell, നിങ്ങൾ നരകത്തിൽ പോകുമ്പോൾ you will think back on all the chances you had to submit to the word of God and repent of your sins. നിങ്ങൾക്ക് ദൈവവചനത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുവാൻ നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ലഭിച്ചതായ എല്ലാ അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ നരകത്തിൽ ചെല്ലുമ്പോൾ ഓർക്കും. And when you realize in every occasion that God gave you, every time that Jesus communicated to you saying, "Come to me, my child," you rejected it. You postponed it. You said, "Tomorrow we'll see." And now you're in hell and you think of those lost opportunities. That will give you terrible agony in the mind. നിങ്ങൾ അവിടെ നരകത്തിലായിരിക്കുമ്പോൾ യേശു നിങ്ങളോട് ഇടപെട്ട, യേശു നിങ്ങളോട് സംസാരിച്ച, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, പാപം വിട്ട് അനുദപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് തന്ന അനേക അവസരങ്ങൾ ഓർത്ത് ഓരോ അവസരത്തിലും അത് നാളെയാകട്ടെ, പിന്നീടാകട്ടെ, മറ്റൊരിക്കലാകട്ടെ എന്ന് നിങ്ങൾ അതിനെ മാറ്റിവെച്ചതിനെ ഓർത്ത് നിങ്ങൾ നരകത്തിലായിരിക്കുമ്പോൾ എന്നേക്കുമായി നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത ഒരു മാനസിക വേദന നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. The third mental agony. നിങ്ങൾക്കുള്ള മൂന്നാമത്തെ മാനസിക വേദന. You know, there are so many pleasures in this life. ഈ ജീവിതത്തിൽ പല സന്തോഷങ്ങളും നിങ്ങൾ അനുഭവിച്ചിരിക്കാം. There are thousands and thousands and thousands of things in this world that make man happy. ഈ ലോകത്തിലുള്ള ആയിരക്കണക്കിന് കാര്യങ്ങൾ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു. You know, most of that happiness is designed to distract you from God. നിങ്ങൾക്കറിയുമോ ആ ഓരോ സന്തോഷവും നിങ്ങളെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ടതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന്? Do you know that behind all those pleasures the devil is there? നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ ആ ഓരോ സന്തോഷത്തിന്റെ പുറകിൽ പിശാചാണുള്ളത് എന്ന്? That dragon like a friend is providing all that your heart desires. ആ മഹാസർപ്പം ഒരു സ്നേഹിതനെ പോലെ നടിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നൽകുകയാണ്. And when you realize, you go to hell and you see that dragon face to face. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നരകത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി ആ മഹാസർപ്പത്തെ നിങ്ങൾ മുഖാമുഖം കാണുമ്പോൾ, and when you realize that this was the person, that this was the being, the spirit, the dragon that deceived you all your life. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ വഞ്ചിച്ച, നിങ്ങളെ തെറ്റിപ്പിച്ച ആ വ്യക്തി, ആ മഹാസർപ്പം ഇതാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, when you realize that he whom you thought was your friend is now laughing at your face. നിങ്ങളുടെ സ്നേഹിതനെന്ന് നിങ്ങൾ കരുതിയ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ പരിഹസിച്ച് ചിരിക്കുമ്പോൾ, you will realize that you have been betrayed, you have been fooled, and that will give you great agony. നിങ്ങൾ ചതിക്കപ്പെട്ടു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ വേദന നിങ്ങളുടെ മനസ്സിലുളവാക്കും. But listen, brother, sister. എന്നാൽ സഹോദര സഹോദരി, ഇത് ശ്രദ്ധിക്കണമേ. As far as you have concerned, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം you are not yet in hell. നിങ്ങൾ ഇതുവരെ നരകത്തിൽ പോയിട്ടില്ലല്ലോ. You have not yet lost your opportunities. നിങ്ങളുടെ അവസരങ്ങളെല്ലാം ഇതുവരെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. Still have a chance to turn to Jesus. ഇപ്പോഴും നിങ്ങൾക്ക് യേശുവിലേക്ക് തിരിയുവാൻ ഒരു അവസരം കൂടി ശേഷിച്ചിരിക്കുന്നു. I want to tell you something before I close. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. Today people like to bring all religions together. ഇന്ന് മനുഷ്യർ എല്ലാവരും എല്ലാ മതങ്ങളും കൂടെ ഒന്നാക്കണമെന്ന് ചിന്തിക്കുന്നു. Let's take all the good things from every religion and put them together. Let's all live happily together. നാം എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് നമുക്കെല്ലാം ഒന്നായിട്ട് നന്നായി സന്തോഷമായി
ജീവിക്കാം. All religions say love one another. എല്ലാ മതങ്ങളും പറയുന്നത് അന്യോന്യം സ്നേഹിക്കണം. All religions say follow God. എല്ലാ മതങ്ങളും പറയുന്നത് ദൈവത്തെ അനുഗമിക്കണം. All religions say be at peace with one another. എല്ലാ മതങ്ങളും പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിക്കണം. Take all that and leave the rest. ആ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് മറ്റു കാര്യങ്ങളെല്ലാം വിട്ടുകളയാം. But do you know what Jesus said? എന്നാൽ യേശു എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ? I'm telling you, this is the moment of your decision. You can listen or you can reject. The decision is yours. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഇത് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അത് തീരുമാനം നിങ്ങളുടേതാണ്. But remember, if you go to hell, it is because you have decided to go to hell. എന്നാൽ ഓർത്തുകൊള്ളണം, നിങ്ങൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്നുവെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിമിത്തമാണ്. Do you know what Jesus said? യേശു എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ? He didn't say I am one of the many ways. He said I am the way, the truth and the life. യേശു പറഞ്ഞത് ഞാൻ പല വഴികളിൽ ഒരു വഴിയാകുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാകുന്നു. Jesus did not say I have come to show you the way. He said I am the way. യേശു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വഴി കാണിക്കുവാൻ വന്നിരിക്കുന്നു എന്നല്ല, ഞാൻ വഴി ആകുന്നു എന്നാകുന്നു. Jesus didn't say I show the way to the Father. He said he that has seen me has seen the Father. യേശു പറഞ്ഞത് ഞാൻ പിതാവിങ്കിലേക്കുള്ള വഴി കാണിക്കാം എന്നല്ല, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ്. Jesus was not simply born into this world. He came into this world. യേശു ഈ ലോകത്തിലേക്ക് എങ്ങനെയോ ജനിക്കുകയല്ല, അവൻ ഈ ലോകത്തിലേക്ക് വരികയാണ് ചെയ്തത്. He said before Abraham was, I am. യേശു പറഞ്ഞത് അബ്രഹാം ഉണ്ടായിരിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. Then somebody asked him, tell me, are you the son of God? He said I am. അപ്പോൾ യേശുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, നീ ദൈവപുത്രനാണോ എന്ന് ഞങ്ങളോട് പറയുക. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. Now listen to this. ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. Don't say Jesus is a good teacher. യേശു നല്ല ഒരു അധ്യാപകൻ പ്രബോധകനാകുന്നു എന്ന് നിങ്ങൾ പറയരുത്. That's not all. That's not just the only thing you can say about Jesus. അതുകൊണ്ടെല്ലാം ആയില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയുന്നത്. Will any of I am now teaching you. Can I say I am the way, the truth and the life? ഞാനും നിങ്ങളെ പ്രബോധിപ്പിക്കുകയല്ലോ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഞാനും വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. Can I say he that has seen me has seen the Father? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് പറയുവാൻ കഴിയുമോ? Can I say before Abraham I was? എനിക്ക് പറയുവാൻ കഴിയുമോ അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു? What will you say? നിങ്ങൾ എന്ത് പറയും? This brother is devil possessed. ഈ മനുഷ്യനെ ഏതോ പിശാച് ബാധിച്ചിരിക്കുന്നു. Now Jesus said all these things. എന്നാൽ യേശു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. There are only 3 possibilities. 3 സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. Either Jesus was a liar. ഒന്ന്, യേശു ഒരു നുണയനായിരുന്നു. Or he was devil possessed. He was a madman. അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായ പിശാച് ബാധിതനായ ഒരു മനുഷ്യനായിരുന്നു. Or he was God. അല്ലെങ്കിൽ അവൻ ദൈവമായിരുന്നു. Nobody else can make these statements. മറ്റാർക്കും ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തുവാൻ കഴിയുകയില്ല. Only liars and madmen and only God can make this statement. നുണയന്മാർക്കോ അല്ലെങ്കിൽ ഭ്രാന്തന്മാർക്കോ അല്ലെങ്കിൽ ദൈവത്തിനോ മാത്രമേ ഇപ്രകാരം പറയുവാൻ കഴിയുകയുള്ളൂ. So don't walk away saying Jesus was a good teacher. He's not a good teacher. Either he was God or he was mad. യേശു നല്ലൊരു പ്രബോധകനായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കടന്നു പോകരുത്. ഒന്നെങ്കിൽ അവൻ ദൈവമായിരുന്നു, അല്ലെങ്കിൽ അവൻ ഭ്രാന്തനായിരുന്നു. What is your response? എന്താണ് നിങ്ങളുടെ പ്രതികരണം? Shall we close our eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Are you going to acknowledge Jesus as Savior and God in your life? യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും ദൈവവുമായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ? Brother, sister, you take his hand. He's going to take you to heaven. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ അവന്റെ കരം പിടിച്ചുകൊള്ളുക. അവൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. His blood is the only soap in this world that can take away that dark stain of sin in your soul. നിങ്ങളുടെ ആത്മാവിലുള്ള പാപത്തിന്റെ ആ കറുത്ത കറയെ നീക്കുവാൻ കഴിയുന്ന ഏക ഒരു സോപ്പ് എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാകുന്നു. He is the only one who can take you to heaven. നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശുവാകുന്നു. No man can come to the Father except by me, he said. യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. Now you can
make one of two decisions. ഇന്ന് നിങ്ങൾക്ക് രണ്ടിലൊരു തീരുമാനമെടുക്കാം. Acknowledge he is God and submit to him. അവൻ ദൈവമെന്ന് സമ്മതിച്ച് നിങ്ങളെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. Or say he's a madman and walk away. അല്ലെങ്കിൽ അവൻ ഒരു ഭ്രാന്തനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കടന്നു പോകാം. You still have a chance, brother, sister. പ്രിയ സഹോദര സഹോദരി, ഇപ്പോഴും നിങ്ങൾക്കൊരു അവസരം ശേഷിച്ചിരിക്കുന്നു. Heaven and hell are not only real, heaven and hell are very near in your life. സ്വർഗവും നരകവും എന്നുള്ളത് യഥാർത്ഥമാകുന്നു എന്ന് മാത്രമല്ല, ആ സ്വർഗവും നരകവും നിങ്ങളുടെ ജീവിതത്തോടും ഏറ്റവും അടുത്തിരിക്കുന്നു. Don't say tomorrow, tomorrow is not yours. നാളെ നാളെ എന്ന് നിങ്ങൾ പറയരുത്. നാളെ നിങ്ങൾക്കുള്ളതല്ല. Today, if you hear the voice of Jesus, harden not your hearts. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. Today, if you are hearing the voice of God, surrender your life to Jesus. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുക. Pentecostal brothers and sisters, പെന്തക്കോസ്ത് സഹോദരന്മാരെ സഹോദരിമാരെ, before we close, നാം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി we are going to do a ministry and close. ഒരു ശുശ്രൂഷ ചെയ്ത് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. There are spirits in this land that are working against the salvation of people. മനുഷ്യരുടെ രക്ഷപ്പിന് വിരോധമായി പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ ഈ ദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. Now as the word of God is being preached, ഇപ്പോൾ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ these demons are whispering into the ears of people saying, don't accept Jesus, not today, tomorrow, don't listen to this, come away, walk away. ഈ ദുരാത്മാക്കൾ മനുഷ്യരുടെ കാതുകളിൽ ചെന്ന് ഇപ്രകാരം മന്ത്രിക്കുകയാണ്, ഇതൊന്നും കേൾക്കേണ്ട, ഇന്നല്ല നാളെയാട്ടെ മറ്റൊരു അവസരത്തിലാകട്ടെ എന്ന്. Today we are going to rebuke those spirits. ഇന്ന് നാം എല്ലാം ചേർന്ന് ആ ദുരാത്മാക്കളെ ശാസിക്കുവാൻ പോകുന്നു. This is a chance for all of us to do a ministry before we close this meeting. ഈ കൂട്ടം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു സമയമാണിത്. Jesus said, all power is given unto me in heaven and on earth. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And with that authority he says, go ye therefore and teach all nations. യേശു ആ അധികാരത്തോടുകൂടി ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകമെമ്പാടും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊള്ളുവേ. If you have received the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ you have the authority to bind the devil. നിങ്ങൾക്ക് പിശാചിനെ ബന്ധിക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. In Jesus' name, let us all get together and bind the devil. യേശുവിന്റെ നാമത്തിൽ നാം എല്ലാം ഒന്നു ചേർന്ന് നമുക്ക് പിശാചിനെ ബന്ധിക്കാം. These meetings are not kept to feed the poor. Not kept to feed the poor. These meetings are not kept to feed the poor. ഈ കൂട്ടങ്ങൾ നടത്തപ്പെടുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകേണ്ടതിനല്ല. These meetings are not kept to ask for offerings. ഇത് മറ്റുള്ളവരിൽ നിന്ന് കാണിക്ക മേടിക്കുവാൻ വേണ്ടിയുള്ളതല്ല. We are spending freely for others. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സൗജന്യമായി ചെലവഴിക്കുന്നു. But we want souls that are going to hell to come to Jesus. എന്നാൽ നരകത്തിലേക്ക് പോകുന്ന അനേക ആത്മാക്കൾ യേശുവിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ we call all the inhabitants of Bandanat to come to Jesus. ഈ പാണ്ടനാട്ടുള്ള സകല നിവാസികളും യേശുവിലേക്ക് വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. Let's give room to the Spirit of God. നമുക്ക് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാം. As the Spirit of God rises up within us, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉയർന്ന് പൊങ്ങുവാൻ ഇടം കൊടുത്തോട്ടെ. the power of hell is going to lose its power in this place. ഈ പ്രദേശത്തുള്ള നരകത്തിന്റെ ശക്തിയെല്ലാം അത് നഷ്ടപ്പെടുവാൻ പോകുന്നു. Now the Spirit of the Lord is moving in our midst. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. So receive the Holy Spirit, start to speak in tongues. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അന്യഭാഷകൾ സംസാരിച്ചാട്ടെ. He who saved us is going to save many others. നമ്മെ രക്ഷിച്ചവൻ ഇന്ന് അനേകരെ രക്ഷിക്കുവാൻ പോകുന്നു. Thank you, Jesus. We praise you, we praise you, we praise you, we praise you. Thank you, Jesus. We praise you, Lord. Thank you, Lord. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി. വിനാശഗർഭം തൂകിടുവാനായി വഞ്ചിതര പ്രയാണം ചെയ്യുന്നു. വിനാശഗർഭം തൂകിടുവാനായി വഞ്ചിതര പ്രയാണം ചെയ്തിടുന്നു. പോകുവതാ
ബഹുസഹസ്രം പേർ സമൂഹമായി വിധിയുടെ വിശാല താഴ്വരയിൽ മുൻപോട്ട് പോകുകനാ Praise you, Lord. Listen. ശ്രദ്ധിക്കുക. When Jesus died on the cross 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരി ക്രൂസിൽ മരിച്ചപ്പോൾ he crushed the head of Satan under his feet. താൻ തന്റെ കാൽ കീഴെ സാത്താന്റെ തല ചതച്ചു കളഞ്ഞു. Today through us, ഇന്ന് നാം മുഖാന്തരമായി that same power is going to bless the land. അതേ ശക്തി ഇന്ന് ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. There are powers, evil powers ruling this land. ഈ ദേശത്തെ ഭരിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. But let us go in the name of Jesus. നമുക്ക് യേശുവിന്റെ നാമത്തിൽ കടന്നു പോകാം. Go in the power of the Spirit. നാം ആത്മാവിന്റെ ശക്തിയോടെ കടന്നു പോകാം. India belongs to Jesus. India belongs to Jesus. ഇന്ത്യ യേശുവിനുള്ളതാണ്. പോകുക നാം അന്തിമ ദുർഘട സമയമിതേ അധർമ്മമൂർത്തി വരുന്നുണ്ട്. അന്തിമ ദുർഘട സമയമിതേ അധർമ്മമൂർത്തി വരുന്നുണ്ട്. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. അന്തിമ ദുർഘട സമയമിത് അധർമ്മമൂർത്തി വരുന്നുണ്ട്. അന്തിമ ദുർഘട സമയമിത് അധർമ്മമൂർത്തി വരുന്നുണ്ട്. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. അന്തിമ ദുർഘട സമയമിത് ഹല്ലേലൂയ ഹല്ലേലൂയ. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. അനേകമാർത്തി വരയുത്തിനോ ആത്മബലത്തോടെ നിരാടുകണോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമല മല മല കരമല മല ജിനാടക ജനായി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എല്ലാവരും ഞാൻ വീണ് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. രണ്ടാം രാത്രിയോദയം കർത്താവ് അനുഗ്രഹമായി നടത്തിയല്ലോനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രത്യാശയുടെ പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം, സ്തോത്രം. ഈ രാത്രികാലവും നല്ല അനുഭവ സാക്ഷ്യങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലവും ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ സവിസ്തരമായി നമ്മോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല, ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ വരുവാൻ കഴിയുകയില്ല എന്ന ദൈവത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രികാലം വചനം കേട്ട ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തിരുവൻ ഘോഷിപ്പാനായി തന്റെ ദാസന്മാരെയും കർത്താവ് ശക്തിയരിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനിയും അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി കാണപ്പെടുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നമുക്ക് പൂർണ്ണമായി അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനകൾക്ക് കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. തുടർന്നുള്ള മീറ്റിംഗുകളെയും ദൈവം നടത്തി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും